شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وقال العلم نور الله حقا ونور الله لا يعطى لعاصي. സൂറത്തുൽ ഗാശിയ ആണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി സൂറത്തുൽ അഅല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിലും ജുമുഅ നിസ്കാരത്തിലും പതിവായി ഓതിയിരുന്ന 2 സൂറത്തുകളാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന ഇന്ന് നാം പഠിക്കുന്ന സൂറത്തുൽ അഅലയും ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന സൂറത്തുൽ ഗാശിയ. നിങ്ങളുടെ കൈകളിലൊക്കെ മുസ്ഹഫ് ഉണ്ട്. അത് അബദ്ധത്തിലോ അറിയാതെയോ നിലത്ത് വെക്കരുത്, ശ്രദ്ധിക്കണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഒന്നാമത്തെ സൂക്തത്തിൽ നിന്നാണ് ഈ സൂറത്തിന്റെ പേര് അഅല എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. സബ്ബിഹ്, നബിയെ അങ്ങ് പരിശുദ്ധിയെ വാഴ്ത്തുക. ഇസ്മ റബ്ബിക്, അങ്ങയുടെ റബ്ബിന്റെ നാമത്തിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. അൽ അഅല, ഏറ്റവും ഉന്നതനായ അല്ലാഹുവിന്റെ, ഏറ്റവും ശ്രേഷ്ഠനായ അല്ലാഹുവിന്റെ പരിശുദ്ധ നാമത്തെ അങ്ങ് വാഴ്ത്തുക നബിയെ എന്നാണ്. ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയൽ സുന്നത്താണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല. എന്നിട്ട് അല്ലദീ ഖലഖ ഫസവ്വ എന്നത്. ഈ സൂറത്തിലെ പരാമൃഷ്ടമായ വിഷയം അന്ത്യനാൾ തന്നെയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ദൗർഭാഗ്യവാന്മാർ ആരാണ്? അവരുടെ ഏതാനും ചില ഗുണങ്ങൾ വിശദീകരിക്കുകയാണ് ഈ സൂറയിൽ അള്ളാഹു ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ആയത്തുകളിൽ അന്ത്യനാൾ അള്ളാഹു ഖിയാമത്തിനെ സാധിപ്പിക്കുവാനും നടത്തുവാനും കഴിവുള്ളവനാണ് എന്നതിന് ചില ബൗദ്ധികമായ തെളിവുകൾ നൽകി അള്ളാഹു ആ വിഷയത്തിലേക്ക്, അവന്റെ ഖുദ്റത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അങ്ങയുടെ റബ്ബിന്റെ നാമത്തിന്റെ പരിശുദ്ധിയെ അങ്ങ് വാഴ്ത്തുക. ഈ സൂറത്ത് അവതരിക്കുവാനുള്ള അവതരണ കാരണം മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു തന്റെ അവരുടെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഖബർ ഒരു ഹദീസായിരിക്കണം ഇത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളിൽ ഇന്ന ലില്ലാഹി മലക്കൻ യുഖാലു ലഹു ഹിസ്ഖിയായിൽ, അള്ളാഹുവിന്റെ മലക്കുകളിൽ ഹിസ്ഖിയായിൽ എന്ന് പേരുള്ള അള്ളാഹുവിന്റെ വലിയ ഒരു മലക്കുണ്ട്. ലഹു 18,000 ജനാഹ്, 18,000 ചിറകുകളുള്ള ഒരു മലക്കാണ് ഹിസ്ഖിയായിൽ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആനിൽ മലക്കുകൾക്ക് ചിറകുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മസ്ന വസുലാസ്, 1 ജോഡി, 2 ജോഡി, 3 ജോഡികൾ ഒക്കെയായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ജനാഹ്, 600 ചിറകുകളുള്ള അവസ്ഥയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ 12,000 ചിറകുകളുള്ള അള്ളാഹുവിന്റെ വലിയ ഒരു മലക്ക്, ഓരോ ചിറകിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ദൂരം മസീറത്തു 500 ആം,
500 വർഷത്തെ വഴിദൂരമാണെന്നാണ്. അത്രക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വലിയ ഒരു മലക്കാണ് ഹിസ്ഖിയായിൽ അലൈഹിസ്സലാം. ഫഖതറ ലഹു ഖാതിർ. ആ മലക്കിന് തോന്നി, അള്ളാഹു ഇത്രയും വലിയ കഴിവും ശക്തിയും കൊടുത്ത സ്ഥിതിക്ക് മലക്ക് ആലോചിച്ചു, ഹൽ തഖ്ദിറു അൻ തുബ്സിറൽ അർശ ജമീഅ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അർശ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ സൃഷ്ടിയെ പരിപൂർണമായി ഒന്ന് ചെന്ന് കാണാൻ കഴിയുമോ? അതിനൊരു ശ്രമം നടത്താം എന്ന് ഹിസ്ഖിയായിൽ അലൈഹിസ്സലാം ആഗ്രഹിച്ചു. അർശിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. വലിയ അനന്തമായ ഒരു മരുഭൂമി, കണ്ണെത്താൻ കഴിയാത്ത അത്ര വിശാലമായി പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു ഹൽഖത്ത്, ഒരു റിങ് കൊണ്ടുപോയിട്ടാൽ ആ റിങ്ങാണ് ഈ പ്രപഞ്ചം മുഴുവനുമെങ്കിൽ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിനെയും ദുനിയാവിനെയും താരതമ്യം ചെയ്തു തന്നിട്ടുള്ളത്. വലിയ മരുഭൂമി അള്ളാഹുവിന്റെ അർശാണെങ്കിൽ ആ മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി വെച്ച ഒരു റിങ്ങാണ്, ഒരു ഹൽഖത്താണ് ദുനിയാവ് എന്നാണ്. അത്രക്കും ചെറുതാണ് അർശിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചം മുഴുവനും. ഫസാദഹു അല്ലാഹു അജ്നിഹത്തൻ മിസ്ലഹ. 18,000-ഓളം അത്രയും തന്നെ അള്ളാഹു മലക്കിന് ചിറക് കൊടുത്തു. 36,000 ചിറകുകളുമായി അള്ളാഹുവിന്റെ ആ മലക്ക് പറന്നു. അൻതിർ, അള്ളാഹു വഹി കൊടുത്തു, നീ പറക്കുക, പറന്നു. മിഖ്ദാർ 20,000 സന, 20,000 വർഷം ആ മലക്ക് പറന്നു അർശിന്റെ ഒരു തൂണിന്റെ ഒരറ്റം കാണുവാൻ. ഫലം യബ്ലുഗ റഅസ ഖായിമത്തിൻ മിൻ ഖവായിമിൽ അർശ്. അർശിന്റെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിന്റെ അറ്റം വരെ എത്തിച്ചേരാൻ ആ മലക്കിന് സാധിച്ചില്ല. ഫസാദഹു അല്ലാഹു അജ്നിഹത്തൻ മിസ്ലഹാ. അതിനിരട്ടി പിന്നെയും അല്ലാഹു തആല മലക്കിന് കഴിവ് കൊടുത്തു, ചിറകുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഫതാറ മിഖ്ദാറ 30,000 സന, 30,000 വർഷം പിന്നെയും പറന്നു. ഫലം യസുൽ ഐള. എന്നിട്ടും അള്ളാഹുവിന്റെ അർശിന്റെ തൂണിന്റെ ഒരറ്റത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഫഔഹ അല്ലാഹു ഇലൈഹി. അല്ലാഹു വഹി കൊടുത്തു, അയ്യുഹൽ മലക്, അല്ലയോ ഹിസ്ഖിയായിൽ, ലൗ തിർത ഇലാ നഫ്ഖി സൂർ. സൂർ എന്ന കാഹളത്തിൽ സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്ന കാലം വരെ നിങ്ങൾ പറന്നാൽ തന്നെയും ലം തബ്ലുഗ സാഖ അർശി, എന്റെ അർശിന്റെ സ്തംഭം, ആ തൂണിന്റെ അറ്റം കണ്ടെത്താൻ അങ്ങേക്കൊണ്ട് സാധ്യമല്ല എന്ന് അല്ലാഹു വഹി കൊടുത്തു. ഫഖാലൽ മലക്. ആ സമയത്ത് ഈ ഹിസ്ഖിയായിൽ എന്ന മലക്ക് പറഞ്ഞ വചനമാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. എത്രയും ഉന്നതനായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഫഅൻസലല്ലാഹു തആല. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ സൂറത്ത് ഇറക്കിയത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന സൂറത്ത് ഇറക്കിയത് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഇമാം സഅലബി റളിയല്ലാഹു അൻഹു കിതാബുൽ അറായിസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, നിങ്ങളുടെ സുജൂദുകളിൽ നിങ്ങൾ ഈ സൂറത്തിനെ ആക്കുക. സുബ്ഹാന സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നതിനെ നിങ്ങളുടെ സുജൂദുകളിലാക്കുക. അതിനൊരു വിശദീകരണം മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അന്നഹു ലമ്മാ നസല ഖൗലുഹു തആല, അല്ലാഹുവിന്റെ കലാം ഇറങ്ങിയപ്പോൾ സൂറത്തുൽ വാഖിഅയിലെ 74-ാമത്തെ ആയത്ത്, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, മഹാനായ ഉന്നതനായ അല്ലാഹുവിന്റെ നാമത്തെ വാഴ്ത്തുക എന്ന ആയത്ത് സൂറത്തുൽ വാഖിഅയിലെ 74-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇജ്അലൂഹാ ഫീ റുകൂഇക്കും, ആ പറഞ്ഞ ആയത്തിനെ നിങ്ങൾ റുകൂഇൽ ചൊല്ലുക. വലമ്മാ നസല ഖൗലുഹു തആല, സൂറത്തുൽ അഅ്ലായിലെ ഈ 1-ാമത്തെ ആയത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദിക്കും, അതിനെ നിങ്ങളുടെ സുജൂദിലും നിങ്ങൾ പറയുക. വഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ റുകൂഇ, നബി തങ്ങൾ അവിടുത്തെ റുകൂഇൽ ചൊല്ലുമായിരുന്നു സുബ്ഹാന റബ്ബിയൽ അളീം. വഫീ സുജൂദിഹി, സുജൂദിൽ നബി തങ്ങൾ ചൊല്ലുമായിരുന്നു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ.
റുകൂഇലും സുജൂദിലും ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് റുകൂഇൽ നാം പറയുന്നത് സൂറത്തുൽ വാഖിഅയിൽ അദീമായ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം എന്ന ആ ആയത്തിനെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം സുബ്ഹാന റബ്ബിയൽ അദീം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സുബ്ഹാന റബ്ബിയൽ അഅല. അപ്പൊ സുജൂദിലും റുകൂഇലും ചൊല്ലുന്ന ആ രണ്ട് ദിക്റുകൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയിലെ 74-ാമത്തെ ആയത്തും അതുപോലെ തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയിലെ സൂറത്തുൽ അഅലയിലെ 1-ാമത്തെ സൂറത്തിലെ ആ 1-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ രണ്ട് ദിക്റുകളും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അല്ലാഹുവിനെ ചൊല്ലുന്ന ദിക്റുകളിൽ വളരെ മഹത്തായ ഒരു ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅല. അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്. നിസ്കരിക്കുന്ന ഒരാൾ അല്ലാഹുമായി ഏറ്റവും അടുത്തു വരുന്ന സമയം സുജൂദിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സുജൂദിലാണ് ഒരാൾ അല്ലാഹുമായി ഏറ്റവും അടുക്കുക. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റ് ചൊല്ലാനാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ചൊല്ലുക. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ അഖ്ബിർനി ബിസവാബി മൻ ഖാൽ സുബ്ഹാന റബ്ബിയൽ അഅല ഫീ സ്വലാത്തിഹി ഔ ഫീ ഗൈരി സ്വലാത്തിഹി. വളരെ അത്ഭുതകരമായ മഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ചൊല്ലുന്നവർക്ക് കൊടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന വളരെ മഹത്തായ ഒരു ഹദീസാണിത്. നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീൽ അങ്ങ് പറഞ്ഞു തരൂ, നിസ്കാരത്തിലും നിസ്കാരമല്ലാത്ത സമയത്തും സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ് ജിബ്രീൽ, എനിക്ക് പറഞ്ഞു തരൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, മാ മിൻ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ പുരുഷനോ മുഅ്മിനായ സ്ത്രീയോ യഖൂലുഹാ ഫീ സുജൂദിഹി ഔ ഫീ ഗൈരി സുജൂദി, സുജൂദിലും സുജൂദ് അല്ലാത്ത സമയത്തും സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് മുഅ്മിനായ ഒരു പുരുഷനോ സ്ത്രീയോ പറഞ്ഞാൽ ഇല്ലാ കാനത് ലഹു ഫീ മീസാനിഹി അസ്ഖല മിനൽ അർശി വൽ കുർസി, അല്ലാഹുവിന്റെ അർശ് കുർസിയിനേക്കാളും വജിബാലി ദുനിയ, അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ പർവ്വതത്തെക്കാളും എല്ലാം മീസാനിൽ കനം തൂങ്ങുന്ന അമലായിരിക്കും സുബ്ഹാന റബ്ബിയൽ അഅല. വയഖൂലുല്ലാഹു, അല്ലാഹു പറയും, സ്വദഖ അബ്ദി, അല്ലാഹുവേ എല്ലാറ്റിനേക്കാളും ഉന്നതനായ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് അല്ലാഹുവിന്റെ ദാസൻ പറയുമ്പോൾ അല്ലാഹു പറയുന്നു, സ്വദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് സത്യമാണ്. അന ഫൗക കുല്ലി ഷൈഇൻ വലൈസ ഫൗകി ഷൈ, ഞാൻ എല്ലാറ്റിനും മീതെ ഉന്നതനായവനാണ്, എനിക്ക് മേൽ ഉന്നതനായവർ ആരുമേ ഇല്ല. ഇഷ്ഹദൂ യാ മലായികതി അന്നീ ഖദ് ഗഫർതു ലഹു അദ്ഖൽതുഹുൽ ജന്ന, ഈ സുബ്ഹാന റബ്ബിയൽ അഅല പതിവാക്കുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും അവർക്ക് ഞാൻ സ്വർഗപ്രവേശം നൽകുകയും ചെയ്യും. മലക്കുകളെ, നിങ്ങൾ അതിന് സാക്ഷിയാണ്. മരണപ്പെട്ടു പോയാൽ ഫഇദാ മാത, ഒരു മനുഷ്യൻ അത് ചൊല്ലിക്കൊണ്ടിരുന്ന ആൾ മരിച്ചുപോയാൽ സാറഹു മീകായിൽ അലൈഹിസ്സലാം കുല്ല യൗമിൻ, ഓരോ ദിവസവും മലക്ക് മീകായിൽ അലൈഹിസ്സലാം അവരെ സന്ദർശിക്കുകയും അന്ത്യനാളിൽ മീകായിൽ അലൈഹിസ്സലാം അവരെ കൊണ്ടുവരും ചിറകിന്മേൽ. ഫഔഖഫഹു ബൈന യദയില്ലാ, അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയും ഫയഖൂലു, മലക്ക് പറയും, യാ റബ്ബി ശഫ്ഇനി ഫീ, അല്ലാഹുവേ ഈ അടിമയുടെ വിഷയത്തിൽ എന്റെ ശഫാഅത്ത് നീ സ്വീകരിക്കണം റബ്ബേ. ഫയഖൂലു ഖദ് ശഫഅതുക ഫീ ഫദ്ഹബ് ബിഹി ഇലൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മീകായിൽ അലൈഹിസ്സലാം വരുന്നു എന്ന് പറഞ്ഞതിൽ മറ്റൊരു രഹസ്യമുണ്ട്. അവ്വലു മൻ ഖാല സുബ്ഹാന റബ്ബിയൽ അഅല മീകായിൽ അലൈഹിസ്സലാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന വാക്ക്, എന്ന ദിക്ർ ആദ്യമായി ഉച്ചരിച്ചത് മീകായിൽ അലൈഹിസ്സലാമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്റാണത്, സുബ്ഹാന റബ്ബിയൽ അഅല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗ അലിമന്നാസു ഇൽമ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയുടെ പ്രതിഫലം, അതിന്റെ ഇൽമ്
അറിയേണ്ട പ്രകാരം മനുഷ്യർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലറദ്ദദഹാ അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും അതിനെ പല പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുമായിരുന്നു, പലപ്പോഴും അതിനെ എപ്പോഴും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തൊക്കെയായിരിക്കാം? അള്ളാഹുവിന്റെ ഇസ്മിനെ വാഴ്ത്തുക നബിയെ. അള്ളാഹുവിന്റെ പേരുകളുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വളരെ മനോഹരമായ ഹാൻസം നെയിംസ്. അള്ളാഹുവിന്റെ മനോഹരങ്ങളായ പേരുകളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്. ആ പേരുകളെ വാഴ്ത്തുക നബിയെ. അള്ളാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടേണ്ട നാമങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിനെ വാഴ്ത്തലും അതിനെ പറയലും ചൊല്ലലും പുണ്യമാണ്. അള്ളാഹുവിന്റെ നാമത്തിന്റെ പരിശുദ്ധിയാക്കുക, അല്ലെങ്കിൽ ആ പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാലോ, പരിശുദ്ധങ്ങളായ നാമങ്ങളെ അള്ളാഹുലേക്ക് ചേർത്ത് പറയാവൂ. മക്കായിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ നാമങ്ങളെ മാറ്റിമറിച്ചിരുന്നു. അള്ളാഹു എന്ന നാമത്തെ അവർ ലാത്ത എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അസീസ് എന്ന അള്ളാഹുവിന്റെ നാമത്തെ അവർ ഉസ്സ എന്നാക്കിയിട്ടുണ്ട്. എന്നാൽ നബിയെ, അള്ളാഹുവിന്റെ പരിശുദ്ധങ്ങളായ ഇസ്മുകൾ എങ്ങനെയോ അതങ്ങനെ തന്നെ ഉച്ചരിക്കണം എന്നായി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. മറ്റൊന്ന്, നസ്സിഹ് തസ്മിയതക യാ മുഹമ്മദ് റബ്ബക്കൽ അഅല വദിക്റുക ഇയ്യാ അൻ തദ്കുറഹു ഇല്ലാ വഅൻത ലഹു ഖാശിഉൻ മുതദല്ലിൽ. നബിയെ, അള്ളാഹുവിന്റെ നാമത്തിന്റെ പരിശുദ്ധിയെ അങ്ങ് വാഴ്ത്തുമ്പോൾ വളരെ വിനയത്തോടുകൂടി മാത്രമേ അള്ളാഹുവിന്റെ ഇസ്മിനെ പറയാവൂ. വളരെ വിനയത്തോടും താഴ്മയോടും കൂടി അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാവൂ. അശ്രദ്ധമായിട്ട് ഉച്ചരിച്ചുകൂടാ, മനസ്സാന്നിധ്യമില്ലാതെ ഉച്ചരിച്ചുകൂടാ നബിയെ. അള്ളാഹുവിന്റെ ഇസ്മിനെ മുതദല്ലിലുൻ വഅൻത ഖാശിഅ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ ഉച്ചരിക്കണം നബിയെ എന്നാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ഇനി സബ്ബിഹ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്നർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധങ്ങളായ നാമങ്ങളെ കൊണ്ട് അങ്ങ് നിസ്കരിക്കുക നബിയെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിസ്കാരങ്ങളിൽ സുബ്ഹാനല്ലാഹി പറയണം, അള്ളാഹുവിന്റെ നാമത്തെ ഉച്ചരിക്കണം. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞ് സൊല്ലി ബിദിക്രി റബ്ബിക യാ മുഹമ്മദു, നബിയെ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിച്ചുകൊണ്ടെന്ന് നിസ്കരിക്കണം. ഇങ്ങനെ 3 പ്രധാന അർത്ഥങ്ങളാണ് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞതിന്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലദീ ഖലഖ ഫസവ്വാ, അല്ലാഹു സൃഷ്ടിച്ചവനാണ്. ഫസവ്വാ, ആ സൃഷ്ടിപ്പിനെ സമപ്പെടുത്തിയവനാണ്. ഖലഖ ഫസവ്വാ, അള്ളാഹു സൃഷ്ടിച്ചവനാണ്, അവൻ സൃഷ്ടിപ്പിനെ ശരിയാക്കിയവനാണ്. അള്ളാഹുവിന്റെ ഇസ്മിനെ വാഴ്ത്തണം എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഈ റബ്ബ്? ആരാണ് അള്ളാഹു? എന്തിനാണ് അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തേണ്ടത്? കാരണം അല്ലദീ ഖലഖ ഫസവ്വാ, അള്ളാഹു സൃഷ്ടിച്ചവനാണ്. അള്ളാഹു സൃഷ്ടികർമ്മം ചെയ്തവനാണ്. ഫസവ്വ, സൃഷ്ടികർമ്മം നിർവഹിക്കുകയും അതിനെ വളരെ ക്ലിപ്തമായി മനോഹരമായി ശരിയാക്കുകയും ചെയ്തവനാണ് അള്ളാഹു. അല്ലദീ ഖലഖ ഫസവ്വ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ വുജൂദിനെ, അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹു ഉണ്ട് എന്ന റബ്ബിന്റെ എക്സിസ്റ്റൻസ്, അതിനെ സ്ഥാപിക്കുവാൻ ഖുർആൻ തെരഞ്ഞെടുത്ത മാർഗം ഖൽഖ്, അള്ളാഹു സൃഷ്ടികർമ്മം ചെയ്തവനാണ് എന്നാണ്. നാം അത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. സൃഷ്ടി എന്ന് പറഞ്ഞത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, അല്ലെ? ഭൂമിയിലുള്ള വസ്തുക്കളെ പല രീതിയിലും പല രൂപത്തിലുമാക്കി മാറ്റുക എന്നല്ലാതെ ഭൂമിയിൽ അള്ളാഹു തന്ന ഭൂമിയിലെ റിസോഴ്സുകൾ അത് ഉപയോഗിച്ച് വിധങ്ങളായ വസ്തുക്കൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അള്ളാഹു ഉണ്ടാക്കിയതിനെ നശിപ്പിക്കാനും ആർക്കും കഴിയില്ല. നശിപ്പിക്കു പോകുന്നത് മറ്റൊരു രൂപത്തിലേക്ക് ആ വസ്തു മാറുകയാണ്. അത് പുകയായിട്ട് അന്തരീക്ഷത്തിൽ കാണും, മണ്ണിൽ ചേർന്ന് കാണും, പക്ഷേ ആ ഒരു വസ്തു ഇല്ലാതാക്കാൻ കഴിയില്ല, അല്ലെ? നത്തിങ് ഈസ് ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയിഡ്. ഒരു മനുഷ്യന് ഒരു വസ്തുവും സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അള്ളാഹു ഉണ്ടാക്കിയതിന് രൂപം മാറ്റാനേ കഴിയുള്ളൂ. അള്ളാഹു സൃഷ്ടികർമ്മം ചെയ്തവനാണ്. അമ്പിയാക്കന്മാർ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ സ്വീകരിച്ച മാർഗം അതാണ്. അള്ളാഹു സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിംബങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം
നമ്രൂദിന്റെ മുമ്പിൽ ചെന്നപ്പോൾ നമ്രൂദ് ചോദിച്ചല്ലോ, നിങ്ങൾ വിളിച്ചു പറയുന്ന ഈ അല്ലാഹു ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി കൊടുത്തു. സൂറത്തു ശുഅറയിലെ 78-ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവൻ എന്നെ പടച്ചവനാണ്, എനിക്ക് സന്മാർഗം കാണിച്ചു തന്നവനാണ്. സൃഷ്ടികർമ്മം ചെയ്യുക, മനുഷ്യന് മാർഗദർശനം നൽകുക, ഈ രണ്ട് വിഷയങ്ങളും അമ്പിയാക്കന്മാർ എപ്പോഴും പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, അവൻ എന്നെ സൃഷ്ടിച്ചവനും എനിക്ക് വഴി കാണിച്ചു തന്നവനുമാണ്. ഫറവ ചക്രവർത്തി ചോദിച്ചുവല്ലോ മൂസ നബി അലൈഹിസ്സലാമിനോട്, മൂസ നബിയെ, ഫമൻ റബ്ബുകുമാ യാ മൂസ, ഓ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും, ഹാറൂനിന്റെയും നിങ്ങളുടെയും അലൈഹിമുസ്സലാം, നിങ്ങളുടെ റബ്ബ് ആരാണ്? സൂറത്തു ത്വാഹയിലെ 49-ാമത്തെ ആയത്ത്. മൂസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി എന്താണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ വസ്തുവിനും അതിന്റെ വ്യക്തമായ സൃഷ്ടിപ്പ് നൽകുകയും സുമ്മ ഹദാ, എന്നിട്ട് അതിന് ആവശ്യമായതിലേക്ക് മാർഗദർശനം ചെയ്തവനുമാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഞങ്ങളുടെ അല്ലാഹു ഓരോ വസ്തുവിനെയും അതിന്റെ സൃഷ്ടിപ്പിനെ നൽകുകയും, അഅതാ കുല്ല ശൈഇൻ ഖൽഖ, സൃഷ്ടിപ്പിനെ നൽകുക എന്ന് പറഞ്ഞാൽ അതിനെ മനോഹരമായി അതിന്റെ സൃഷ്ടികർമ്മം നിർവഹിക്കുകയും, സുമ്മ ഹദാ, സൃഷ്ടിച്ചങ്ങ് വിട്ടിട്ട് കാര്യമില്ലല്ലോ, ഓരോ വസ്തുവിനും ഖൈർ എന്താണോ ആ ഖൈറിലേക്ക് അതിന് മാർഗദർശനം ചെയ്തു കൊടുത്തവനുമാണ് ഞങ്ങളുടെ റബ്ബെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് തന്നെ പറഞ്ഞു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക നബിയെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആരാണ് അല്ലാഹു? അല്ലദീ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചവനാണ്, അല്ലാഹു സൃഷ്ടികർമ്മം ചെയ്തവനാണ്. എന്നിട്ട് മാർഗദർശനം ചെയ്തിട്ടുണ്ട് അല്ലാഹു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അവൻ അറിയാത്തത് മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തവനാണ് അല്ലാഹു. എന്നിട്ട് അവന് മാർഗദർശനം കൊടുത്തിട്ടുണ്ട്. സൃഷ്ടികർമ്മം, മാർഗദർശനം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ, الذي خلق فسوى والذي قدر فهدى. അല്ലാഹു ഹിദായത്ത് കൊടുത്തവനാണ്, മാർഗദർശനം കൊടുത്തവനാണ്. അല്ലദീ ഖദ്ദറ, ഓരോ വസ്തുവിനെയും ആവശ്യമായ രീതിയിൽ വളരെ കൃത്യമായി, മനോഹരമായി, കൃത്യമായി പടച്ചവനാണ് അല്ലാഹു. വളരെ കൃത്യമായി പടച്ചവനാണ് അല്ലാഹു. ഖൽഖ് അല്ലാഹുവിന്റെ വിശേഷണമാണ്, അല്ലാഹുവിന്റെ വിശേഷണമാണത്. അല്ലാഹു തആല മാർഗദർശനം കൊടുത്തു എന്നാ പറഞ്ഞത്. ആർക്കെല്ലാം മാർഗദർശനം? മനുഷ്യർക്ക് നന്മ ഏതാണ്, തിന്മ ഏതാണെന്ന് മാർഗദർശനം കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും മാർഗദർശനം കൊടുത്തു. പക്ഷികൾക്ക് മാർഗദർശനമുണ്ട്, മത്സ്യങ്ങൾക്ക് മാർഗദർശനമുണ്ട്, ജീവജാലങ്ങൾക്ക് മാർഗദർശനമുണ്ട്, പ്രാണികൾക്ക് മാർഗദർശനമുണ്ട്. എല്ലാ വസ്തുക്കളെയും കൃത്യമായി പടക്കുകയും വല്ലദീ ഖദ്ദറ ഫഹദാ, വളരെ കൃത്യമായി പടച്ചവനാണ് അല്ലാഹു. ലൈസ ഫിൽ കൗനി അബ്ദഉ മിമ്മാ കാൻ. മഹാന്മാരായ ഉസൂലിന്റെ പണ്ഡിതന്മാർ ജംഉൽ ജവാമിയിലൊക്കെ ചർച്ച ചെയ്ത വളരെ വലിയ വിഷയമാണ്. ലൈസ ഫിൽ കൗനി അബ്അദ് മിമ്മാ കാൻ. അല്ലാഹു തആല പടച്ചതിനേക്കാൾ മനോഹരമായി ഒരു വസ്തുവിനെ പടക്കാൻ ഒരാൾക്കും സജസ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല എന്നാണ്. ലൈസ ഫിൽ കൗനി അബ്ദഉ മിമ്മാ കാൻ. അള്ളാഹു പടച്ച ആ വസ്തു, അതിന്റെ കണ്ണ് ഇപ്പുറത്തായിരുന്നെങ്കിൽ അതിലേറെ ഭംഗിയുണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ മൂക്ക് മറ്റൊരു സ്ഥലത്തായിരുന്നുവെങ്കിൽ, വായയുടെ സ്ഥാനം മാറിയിരുന്നെങ്കിൽ, തലയും കൈയും കാലും വേറെ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഇതിലേറെ ഉപകാരപ്പെടുമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. അത് അള്ളാഹു പടച്ചതാണ്. അതിന്റെ ഏറ്റവും വലിയ പെർഫെക്ഷൻ അതിലാണ് അള്ളാഹുവിനെ പടച്ചിട്ടുള്ളത്. അതിനെ മാറ്റി മറ്റൊന്ന് സജസ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല എന്നാണ്. അത്രക്കും ഖദ്ദറ ഫഹദ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ക്ലിപ്തമാണ്, വളരെ മനോഹരമായിട്ടാണ് പടച്ചത്. ആ ഹിദായത്ത് നൽകിയത് ആർക്കൊക്കെയാണ്? മനുഷ്യന്റെ ഹിദായത്തിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. അമ്പിയാക്കന്മാരെ അള്ളാഹു അയക്കുകയും വേദഗ്രന്ഥങ്ങൾ ഇറക്കുകയും ഏടുകൾ ഇറക്കി കൊടുക്കുകയും ചെയ്ത് മാർഗദർശനം ചെയ്തവനാണ് അള്ളാഹു. നമുക്കൊക്കെ അറിയുന്ന മാർഗദർശനം.
ജീവജാലങ്ങൾക്ക് മാർഗദർശനം ഇല്ലേ? ജീവജാലങ്ങൾക്ക് മാർഗദർശനം. മഹാന്മാരായ മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്ന വളരെ മനോഹരമായ അത്ഭുതകരമായ ഒരു വസ്തുത, ജനിച്ചു വീഴുന്ന കുഞ്ഞിന് നിലനിൽക്കാൻ ആവശ്യമായി തന്റെ ഉമ്മയിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് നുകരാൻ ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചത് അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ജനിച്ചു വീഴുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഉമ്മയുടെ ഉദരത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ആ കുഞ്ഞ് ഉമ്മയിൽ നിന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നത് ആരാണ് കുഞ്ഞിനെ പഠിപ്പിച്ചത്? തന്റെ ചുണ്ടുകൾ അനക്കണമെന്ന് ആരാണ് കുഞ്ഞിനെ പഠിപ്പിച്ചത്? മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കുഞ്ഞെ, നീ ഇങ്ങനെ കുടിച്ചാലേ നിനക്ക് വിശപ്പടങ്ങുകയുള്ളൂ. മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അള്ളാഹുവാണത്. അള്ളാഹുവാണ് ചെയ്തിട്ടുള്ളത്. മൃഗങ്ങൾക്ക് മുഴുവനും അങ്ങനെയാണ്. രക്ഷപ്പെട്ടു ഓടാനുള്ള എല്ലാ മാർഗങ്ങളും മൃഗങ്ങൾക്ക് അവയുടെ തള്ളകൾ പഠിപ്പിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ അവരുടെ ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ മൃഗങ്ങൾക്കറിയാം. അള്ളാഹു മാർഗദർശനം കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഖൈർ. ദേശാടന പക്ഷികൾ 10,000-കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് വളരെ കൂട്ടത്തോടുകൂടെ അവരെ യാത്ര ചെയ്യാറുണ്ട്. ചൂടുകാലങ്ങളിൽ തണുപ്പ് രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. തണുപ്പ് സമയത്ത് ചൂട് രാജ്യങ്ങളിലേക്ക് കൂടുമാറാറുണ്ട്. ഈ പക്ഷികൾ വൻകടലുകൾ, സമുദ്രങ്ങളും വലിയ വലിയ ആഴികളും മറികടന്ന് 10,000-കണക്കിന് കിലോമീറ്ററുകൾ നോൺ സ്റ്റോപ്പായിട്ട് പറക്കുന്ന ഇപ്പോൾ ആധുനിക പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് നിൽക്കുന്നില്ല. 10,000-ലേറെ കിലോമീറ്ററുകൾ നോൺ സ്റ്റോപ്പായിട്ട് വഴിതെറ്റാതെ പറക്കുന്നു ആ പക്ഷികൾ. കൃത്യമായി എവിടെ നിന്ന് പുറപ്പെട്ടോ അങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്നു. സമുദ്രങ്ങളിൽ വലിയ വലിയ മത്സ്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പരിശാലമായ ആഴികളിൽ, കടലുകളിലെ ഒരു മൂലയിൽ നിന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി അവർ യാത്ര തിരിച്ചാൽ ആ യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോരുന്ന മത്സ്യങ്ങളുണ്ട്. വഴിതെറ്റാതെ തിരിച്ചു വരുന്നു. ആരാണ് അവകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? കാട്ടിലെ എഞ്ചിനീയർമാരാണ് ബീവർ പക്ഷികൾ. ആരാണ് ബീവർ പക്ഷികൾക്ക് എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യത്തെ പോലും ചോദ്യം ചെയ്യാൻ മാത്രം വളരെ മനോഹരമായി വീടുകൾ നിർമ്മിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അല്ലാഹുവാണ്. എന്ന ഒരു വലിയ ഒരു സർപ്പത്തെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു പാമ്പാണത്. ആ പാമ്പിന് ഇദാ അതത അലൈഹാ അൽഫു സനത്തിൻ അമിയത്, 1000 വർഷം കഴിഞ്ഞാൽ ആ പാമ്പിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. ആയുസ് കുറയില്ല. 1000-കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന കാക്കകളുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000-കണക്കിന് വർഷം ജീവിക്കുന്ന കാക്കകൾ. കാക്കൊരു നിസ്സാര ജീവിയല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉള്ള കാക്കകൾ ഇപ്പോഴും ഉണ്ടാകും. 1000 വർഷം, അല്ലെങ്കിൽ അതൊക്കെ അടുത്താണ്. അതിനപ്പുറമുള്ള ഇമാം ഗസാലി തങ്ങളുടെയും അതിനു മുമ്പുള്ള കാക്കകളൊക്കെ ലോകത്തുണ്ടാകുന്ന 1000 വർഷം വരെ കാക്കകൾക്ക് ആയുസ്സുണ്ടെന്നാണ്. പാമ്പിന്, ഈ അഫ്ആ എന്ന് പറയുന്ന വലിയ സർപ്പത്തിന് 1000 വർഷം ജീവിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ കാഴ്ച നഷ്ടപ്പെടും 1000 വർഷം കഴിയുമ്പോൾ. മനുഷ്യന് തിമിരം ബാധിക്കും പോലെ. പക്ഷേ ഖദ് അൽഹമഹല്ലാഹ്, അല്ലാഹു ഈ പാമ്പിന് ഉത്ബോധനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാട്ടിലെ ഒരു ചെറിയ ഒരു ഇലയുണ്ട്, റാസിയാൻസ് എന്ന് മഹാന്മാർ പേരിട്ടിട്ടുള്ള റാസിയാൻസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇലയിൽ തന്റെ കണ്ണൊന്ന് തിരുമ്മിക്കൊടുത്താൽ അതിന് കാഴ്ച തിരിച്ചു കിട്ടും. എന്നിട്ട് മഹാന്മാരെ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, എവിടെയോ വിദൂരങ്ങളിലുള്ള പാമ്പിന് അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ കണ്ണ് കാണാതെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എവിടെയാണോ കുറ്റിച്ചെടികളുള്ളത്, ഈ റാസിയാൻസ് എന്ന് പറയുന്ന ചെടി എവിടെ കിട്ടുമോ അങ്ങോട്ട് മണം പിടിച്ചു വരികയും കണ്ണ് കാണാത്ത ഈ പാമ്പ് തന്റെ കണ്ണ് അതിന്റെ ഇലയിൽ ഉരസുകയും അങ്ങനെ അല്ലാഹു തആല അവന്റെ ഇതിനോടുകൂടെ അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ ആ പാമ്പിന് കാഴ്ച തിരിച്ചു പോകുന്നുണ്ട് തന്റെ മാളത്തിലേക്ക്. ആരാണ് ഇതിനൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് ഇതിന് മാർഗദർശനം ചെയ്തു കൊടുത്തത്? അത്ഭുതമാണ് പ്രപഞ്ചത്തിലെ ഓരോ ജീവികളുടെയും അവസ്ഥ. വളരെ കൃത്യമായി പടക്കുകയും എന്നിട്ട് മാർഗദർശനം ചെയ്തു കൊടുത്തവനുമല്ലയോ അല്ലാഹു. ആ റബ്ബിന്റെ പരിശുദ്ധമായ നാമത്തെ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹി പറയണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് വളരെ കനം തൂങ്ങുന്ന അമലാണ്. സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു
അവരുടെ സ്വഹീഹിലെ അവസാനത്തെ ഹദീസാണല്ലോ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി അലൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ആ ഹദീസോട് കൂടിയാണ് സ്വഹീഹ് ബുഖാരി അവസാനിക്കുന്നത്. രണ്ട് വാക്കുകളുണ്ട്, ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹുവിന് കാരുണ്യവാനായ അള്ളാഹുവിന് എത്രക്ക് ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, അള്ളാഹു നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ അത്രമേൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകളുണ്ട്. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്, നിങ്ങൾക്ക് പറയാൻ എളുപ്പവുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് jayhoon.tv ആണ്. അള്ളാഹുവിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ് പറയണം, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. കാരണം അല്ലദീ ഖലഖ ഫസവ്വാ, അള്ളാഹു സൃഷ്ടിക്കുകയും ഫസവ്വാ അതിനെ ശരിയാക്കി പടക്കുകയും ചെയ്തവനാണ്. വല്ലദീ ഖദ്ദറ ഫഹദാ, ഓരോ വസ്തുവിനെയും കൃത്യമായി സൃഷ്ടിക്കുകയും അതിനാവശ്യമായതിലേക്ക് അതിന്റെ മാർഗദർശനം നടത്തുകയും ചെയ്തവനാണ് അള്ളാഹു. വല്ലദീ അഖ്റജൽ മർആ, അല്ലാഹു തആല മർഅയെ പുറപ്പെടുവിച്ചു തന്നവനാണ്. വല്ലദീ, അല്ലാഹു അഖ്റജ പുറപ്പെടുവിച്ചവനാണ്. അൽ മർഅ, മർഅ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് മേയാനുള്ള മേച്ചിൽ സ്ഥലം എന്നാണ്. കന്നുകാലികൾക്ക് ഭക്ഷിക്കാൻ അള്ളാഹു ജീവികളെ പടച്ചിട്ടുണ്ട്, മൃഗങ്ങളെ പടച്ചു. അവകൾക്ക് മേഞ്ഞു നടക്കാൻ വേണ്ടി അള്ളാഹു തആല മർഅയെ സൃഷ്ടിച്ചു കൊടുത്തവനാണ്. അള്ളാഹു മർഅയെ സൃഷ്ടിച്ചു കൊടുത്തവനാണ്. അത്ഭുതമാണ്. മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകത്തിനും അല്ലാഹു മരുഭൂമിയിൽ വളരുന്ന ചെടികൾ കാണാൻ കഴിയും. ചുറ്റുഭാഗത്തും ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഉണങ്ങി ചൂട് പിടിച്ചു നിൽക്കുന്ന കൂനയിലും കാണും പച്ചയായ ചെടികൾ. അല്ലാഹു ഒട്ടകങ്ങൾക്ക് വേണ്ടി, മരുഭൂമിയിലെ ജീവികൾക്ക് വേണ്ടി പടച്ചു വെച്ചതാണ്. ശാസ്ത്രകാരന്മാർ പഠനം നടത്തിയിട്ട് മനസ്സിലായി, വളരെ കുറഞ്ഞ വെള്ളത്തിൽ അവകൾക്ക്, ആ ചെടികൾക്ക് വളരാൻ കഴിയും. അതിന്റെ ഇലകളിൽ നിന്ന് ജലനഷ്ടം സംഭവിക്കാതിരിക്കാൻ മാത്രം വളരെ വീതി കുറഞ്ഞ ഇലകളാണ് ആ ചെടികൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. അത് മരുഭൂമിയിൽ അതിന് അതിജീവിക്കാൻ ആവശ്യമാണ്. വിശാലമായ ഇലകളാണെങ്കിൽ സൂര്യപ്രകാശം ശക്തമായി ലഭിക്കുകയും അതിന് വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് ജലനഷ്ടം സംഭവിക്കും. പക്ഷേ നീണ്ടുകിടക്കുന്ന ഇലകൾ, വീതിയില്ലാത്ത ഇലകൾ, അതിന് ജലനഷ്ടം സംഭവിക്കില്ല. അത്തരം ചെടികൾ അല്ലാഹു മരുഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അല്ലദീ അഖ്റജൽ മർഅ, വല്ലദീ അഖ്റജൽ മർഅ, കന്നുകാലികൾക്ക് ഭക്ഷണമായി അല്ലാഹു പുൽമേടുകളെ പടച്ചവനാണ്. കൃഷിയിടങ്ങളെ പടച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി. അല്ലാഹു മേച്ചിൽ പുറങ്ങളെ പടച്ചിട്ടുണ്ട്, പുല്ലിനെ പടച്ചിട്ടുണ്ട്. ഫജഅലഹു ഗുസാഅൻ അഹ്വാ, അങ്ങനെ മേച്ചിൽ പുറങ്ങളെ പടക്കുകയും ഫജഅലഹു അതിനെ അല്ലാഹു ആക്കി തീർക്കുകയും ചെയ്തു. ഗുസാഅൻ അഹ്വാ യബസൻ ബഅദ ഖുദ്റത്തിൻ, പച്ചയായി ഉണ്ടായതിന് ശേഷം അതിനെ ഉണങ്ങിയതും ദ്രവിച്ചതുമായി അല്ലാഹു അതിനെ മാറ്റിക്കളയുന്നു. മുശ്രിക്കുകൾക്ക് അല്ലാഹു ദുന്യാവിന്റെ ഉദാഹരണം പറഞ്ഞതാണിതെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഐഹികമായ ലോകം ആർഭാടമാണ്, സുഖങ്ങളാണ്, സന്തോഷമാണ്. ആ സന്തോഷം തീർന്ന് ദുഃഖവും എന്നേക്കുമായ നരകപ്രവേശവും ലഭിക്കുന്ന ഒരവസ്ഥ ദുന്യാവിൽ. പുല്ലുണ്ടായി ആ പുല്ലിന് ഉണക്കം സംഭവിക്കുകയും ഉണങ്ങിപ്പോയ പുല്ല് കാറ്റിൽ പറന്ന് ധൂളിയായി പറക്കുന്ന പോലെ ഐഹികമായ ആർഭാടങ്ങളെല്ലാം ഒന്നുമല്ലാതായി മാറിക്കളയുന്നുണ്ട്, ഒന്നുമല്ലാതായി മാറുന്നുണ്ട്. ഐഹികമായ ആർഭാടത്തിന്റെ ഉദാഹരണമാണത്രേ അൽ വല്ലദീ അഖ്റജൽ മർഅ, അല്ലാഹുവിന്റെ സൃഷ്ടിവൈഭവമാണത്. വല്ലദീ അഖ്റജൽ മർഅ, അല്ലാഹു തആല മേച്ചിൽ പുറങ്ങളെ പുറപ്പെടുവിച്ചവനാണ്, പുല്ലുകളെ പുറപ്പെടുവിച്ചവനാണ്, ചെടികളെ പുറപ്പെടുവിച്ചവനും. ഫജഅലഹു ഗുസാഅൻ അഹ്വാ, ഉണങ്ങി ദ്രവിച്ചു പോയതായി അല്ലാഹു ഇതിനെ മാറ്റിക്കളയുന്നു. നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ അത് ഉണങ്ങും. അത് ഉണങ്ങിയിട്ട് ഒന്നുമല്ലാതായി മാറുന്നു. വിവിധ വർണ്ണങ്ങളിലായി ഉണ്ടാകുന്ന ചെടികൾ ഉണങ്ങിപ്പോകുന്നുണ്ട്. അല്ലാഹു സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിന് ശേഷം അതിനൊരു മരണം കൊടുക്കുന്നുണ്ട് അല്ലാഹു. ആ മരണം കൊടുത്ത് അതിന്മേൽ തന്നെ അള്ളാഹു മഴ വർഷിച്ചാൽ അവിടെ നിന്ന് വീണ്ടും അത് മുളക്കുന്നു. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. മനുഷ്യൻ മരിച്ചു പോവുകയും മനുഷ്യന്റെ അജബ് ദനബ് എന്ന് പറയുന്ന ഒരു ചെറിയ എല്ലിൻ കഷ്ണത്തിന്റെ ഒരു തുമ്പിൽ നിന്നാണ് പുനർജന്മം നൽകപ്പെടുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവുകയും മരിച്ചു പോവുകയും ചെയ്ത ആ ജീർണാവസ്ഥയിൽ നിന്ന് അള്ളാഹു വീണ്ടും ജന്മം കൊടുക്കാൻ കഴിവുള്ളവനാണ്.
سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, പരിശുദ്ധനായ ഉന്നതനായ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക നബിയെ. അല്ലദീ ഖലഖ ഫസവ്വ, അല്ലാഹു സൃഷ്ടിച്ചവനും ഫസവ്വ, അതിനെ ശരിപ്പെടുത്തി പടച്ചവനുമാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, വളരെ കൃത്യമായി പടക്കുകയും അതിന് മാർഗദർശനം ചെയ്തവനുമാണ് അല്ലാഹു. വല്ലദീ അഖ്റജൽ മർഅ, ചെടികളെ മുളപ്പിച്ചവനാണ് അല്ലാഹു. മൃഗങ്ങൾക്ക് വേണ്ടി അല്ലാഹു മേച്ചിൽപ്പുറങ്ങളെ സൃഷ്ടിച്ചവനാണ്. ഫജഅലഹു ഗുസാഅൻ നഹ്വാ, ആ പച്ചയായതിനെ ഉണക്കിക്കളയുന്നവനും അല്ലാഹു തന്നെയാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്തുകളിലേക്ക് സൂചന നൽകി വലിയ ഒരു കാര്യം നബിയെ സൂചിപ്പിക്കുകയാണ്. സനുഖരിഉക ഫലാ തൻസാ, നബിയെ ഈ ഖുർആനിനെ അങ്ങേക്ക് നാം ഓതിത്തരും നബിയെ. സനുഖരിഉക ഫലാ തൻസാ. നമ്മുടെ സഹോദരിമാർ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കണം, അവിടെ നിന്ന് ശബ്ദം ഉണ്ടാവുന്നുണ്ട്. സനുഖരിഉക, അങ്ങേക്ക് നാം ഖുർആനിനെ ഓതിത്തരും നബിയെ. ഫലാ തൻസാ, അതുകൊണ്ട് അങ്ങ് മറക്കുകയില്ല. സനുഖരിഉക ഫലാ തൻസാ, അങ്ങേക്ക് നാം ഇത് ഓതിത്തരും നബിയെ ഖുർആൻ. ഫലാ തൻസാ, എന്നിട്ടങ്ങ് മറക്കുകയില്ല. ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, ഇന്നഹു തീർച്ചയായും അല്ലാഹു യഅലമുൽ ജഹ്റ, ഉറക്കെ പറയുന്നത് അറിയുന്നവനാണ് അല്ലാഹു. വമാ യഖ്ഫാ, രഹസ്യമായതും അറിയുന്നവനാണ് അല്ലാഹു. ഇവിടെ സനുഖരിഉക ഫലാ തൻസാ, അങ്ങേക്ക് നാം ഓതിത്തരും നബിയെ, അതുകൊണ്ട് അങ്ങ് മറക്കില്ല. അങ്ങനെ പറയാൻ കാരണം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് ഖുർആനുമായി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് ഖുർആൻ ഓതിക്കൊടുക്കുകയാണല്ലോ. അത് നബി തങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേടിയായിരുന്നു ആദ്യങ്ങളിൽ മറന്നുപോകുമോ എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി അവസാനിക്കുമ്പോഴേക്കും ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ഭാഗം നബി തങ്ങൾ താനെ ഓതി തുടങ്ങും. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ നബിയും ധൃതി പിടിച്ച് ഓതുമായിരുന്നു, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഓതണ്ട നബിയെ. ഇന്ന അലൈനാ ജംഅഹു, അങ്ങയുടെ ഹൃദയത്തിൽ ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിത്തരികയും വഖുർആന, അതിന് ഓതിത്തരേണ്ടതും ഇന്ന അലൈന, അത് നമ്മുടെ ബാധ്യതയാണ് നബിയെ, അതങ്ങ് പേടിക്കണ്ട, നമ്മളത് ഓതിത്തരും. അതേ അർത്ഥം തന്നെയാണ് സനുഖരിഉക, അങ്ങേക്ക് നാം ഇത് ഓതിത്തരും നബിയെ. ഫലാ തൻസാ, എന്നിട്ട് അതിനുശേഷം പിന്നെ അങ്ങ് മറക്കുകയില്ല, അങ്ങക്ക് മറന്നു പോകില്ല നബിയെ. ഖുർആൻ അങ്ങ് മറക്കില്ല നബിയെ. അങ്ങ് പരിഭ്രാന്തിപ്പെട്ട് വളരെ വിഷമാവസ്ഥയിൽ അങ്ങ് ഇതിനെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിത്തരും, അത് തീരും മുമ്പേ അത് നിങ്ങൾ ഓതി തുടങ്ങേണ്ടതില്ല. നബി തങ്ങൾ നാവിങ്ങനെ അനക്കുമായിരുന്നു എന്നാണ്, അതിങ്ങനെ ഓതി നോക്കാൻ, മറന്നു പോവാതിരിക്കാൻ. അപ്പോൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, നബിയെ അങ്ങേക്ക് മറവി സംഭവിക്കുകയില്ല നബിയെ. ഫഖദ് കഫൈതുകഹു,
അത് ഇനി നിങ്ങൾ പേടിക്കണ്ട, മറക്കൂല നബിയെ, നിങ്ങൾ ശാന്തമായി കേട്ടാൽ മതി, അത് അങ്ങയുടെ മനസ്സിൽ നാം സ്ഥിരപ്പെടുത്തി തരും. ഇവിടെ പ്രശ്നം അതല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ, സനുഖരിഉക, അങ്ങേക്ക് നാം ഓതിത്തരും നബിയെ, ഫലാ തൻസ, അതിനുശേഷം അങ്ങ് മറക്കുകയേയില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചത് നബി മറന്നുപോകുമെന്ന് അർത്ഥം വരുമോ? എന്താണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥം അവിടെ നമുക്ക് പരിശോധിക്കണം. ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള വിഷയം, ഹാദാ ഇഖ്ബാറും മിനല്ലാഹി നബിയഹു, ഇസ്ലാമിന്റെ ശത്രുക്കൾ വരെ ഒരു വേള വളച്ചൊടിക്കുന്ന ഒരു ഭാഗമാണിത്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്, അന്നഹു യുഅല്ലിമുഹു ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ അള്ളാഹു നബിക്ക് പഠിപ്പിച്ചു കൊടുക്കും. വയഹ്ഫിദുഹു അലൈഹി, നബി തങ്ങൾക്ക്, അല്ലെങ്കിൽ വയുഹഫിദുഹു അലൈഹി, നബി തങ്ങൾക്ക് ആ ഖുർആനിനെ അള്ളാഹു മനഃപ്പാഠമാക്കി കൊടുക്കും. അതുകൊണ്ട് നബിയെ അങ്ങ് ധൃതി പിടിച്ച് ഖുർആനിനെ വീണ്ടും വീണ്ടും ഓതേണ്ടതില്ല, അത്രയേ അതിനർത്ഥമുള്ളൂ. മഹാനായ ഇമാം കൽബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യൻസ ബഅദ നുസൂലി ഹാദിഹിൽ ആയത്തി ഷൈഅൻ സനുഖരിഉക ഫലാ തൻസ എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഒരായത്ത് പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുപോലും ഖുർആനിൽ നിന്ന് മറന്നുപോയിട്ടില്ല. നബി മറന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് അള്ളാഹു പറയുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എന്നല്ലേ അതിനർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ അങ്ങ് മറക്കില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചത് മറക്കും എന്നർത്ഥം വരുമോ? നബിയാണെങ്കിലോ മറന്നിട്ടില്ല താനും. നബി തങ്ങൾക്ക് മറവി സംഭവിച്ചിട്ടില്ല. അദ്ദൽ അമാന വബല്ലഗർ റിസാല, നബി തങ്ങൾക്ക് അള്ളാഹു എത്രയാണോ ഖുർആൻ കൊടുത്തത് ഒരു ഹർഫ് പോലും വിട്ടുപോകാതെ ഈ ഉമ്മത്തിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിയിട്ടുണ്ട്. എന്നാ പിന്നെ ആ ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നത്. ഒന്ന്, അത്തബറുകു ബിദിക്രി ഹാദിഹിൽ കലിമ, ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന പോലെ, ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന അർത്ഥമേ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിനുള്ളൂ. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ മറക്കും എന്നർത്ഥത്തിലല്ല. ഇൻഷാ അല്ലാഹ് എന്നൊരാൾ ഒരു വിഷയത്തിൽ പറയുമ്പോൾ ആ വിഷയത്തിന് ബറക്കത്ത് ലഭിക്കുന്നത് പോലെ തബറുക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിലെ അള്ളാഹു 23-24 സൂക്തങ്ങളിൽ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യവും അങ്ങ് പിന്നീട് ചെയ്യും എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ പറയരുത് നബിയെ. അതെന്തിനാണ്? തബറുക്കിനാണ്. ആ തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇല്ലാ മാഷാ അല്ലാഹ്. നബി തങ്ങൾ മറന്നിട്ടില്ലല്ലോ, പിന്നെ ആ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് തബറുക്കേ അവിടെ ഉദ്ദേശമുള്ളൂ. ഖാലൽ ഫറ, മഹാനായ പണ്ഡിതൻ ഇമാം ഫറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ നിന്ന് ഒന്നും മറക്കണമെന്ന് അള്ളാഹുവിന് തീരുമാനമില്ല. പക്ഷേ അള്ളാഹു ഇല്ലാ മാഷാ അല്ലാഹ്, നബിയെ നിങ്ങൾ മറക്കില്ല, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു അങ്ങാനും അങ്ങയെ മറപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അത് മറപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുള്ളവനാണ്. എന്നാൽ അള്ളാഹു മറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നബിയെ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നു. അള്ളാഹു അങ്ങേക്കൊന്നും മറപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നതൊഴികെ അവനുദ്ദേശിക്കുകയാണെങ്കിൽ മറപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് നബിയെ അങ്ങയുടെ മനസ്സിൽ ഖുർആനിനെ ഹിഫ്ളാക്കി തന്നത്, അങ്ങയുടെ ഹൃദയത്തിൽ ഖുർആനിനെ മനഃപ്പാഠമാക്കി തന്നത് അങ്ങയുടെ സ്വന്തമായ ഒരു കഴിവ് കൊണ്ടല്ല നബിയെ, അത് നമ്മിൽ നിന്ന് നാം തന്ന കഴിവാണ്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിനെ മറപ്പിക്കാൻ കഴിയും. നാമാണ് നബിയെ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് അള്ളാഹു ആ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതെന്ന് ഇമാം ഫറ റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി അതിനെ സമർത്ഥിച്ചിട്ടുണ്ട്. 3, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ അത് അങ്ങേക്ക് മറന്നു പോകാം.
അങ്ങനെ മറന്നു പോകാം എന്ന് തന്നെ സങ്കല്പിച്ചാൽ, നബി തങ്ങൾ മറന്നിട്ടില്ല, മറന്നു പോകും എന്ന് സങ്കല്പിച്ചാൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയാണത്. ഇല്ലാ മാഷാ അല്ലാഹ്, ഒരു ഇസ്തിസ്നാ എന്നാണ് അതിന് അറബിയിൽ പറയാ. അള്ളാഹു ഒരു ഇസ്തിസ്ന പ്രയോഗിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ മറക്കാം. അങ്ങനെയാണെങ്കിൽ നബിക്ക് ഇറങ്ങുന്ന ഓരോ വാക്കും വളരെ തഹബ്ബുത്തോടുകൂടെ, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും. കാരണം എങ്ങാനും മറന്നു പോവേണ്ട അവസ്ഥ വന്നെങ്കിലോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു മറക്കാൻ, എന്നിൽ നിന്ന് മറപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായും വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഖുർആനിനെ മനഃപ്പാഠമാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിന്റെ ഹിഫ്ളിൽ ഒരു ഉന്മേഷം കിട്ടുവാൻ വേണ്ടി മാത്രമാണ് അവിടെ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. നാലാമത്തെ വിഷയം അറബിയിലെ ഒരു പ്രയോഗമാണ്. ഒരാൾ തന്റെ കൂട്ടുകാരനോട് പറയുന്നു, അൻത സഹീമി ഫീമാ അംലിക് ഇല്ലാ ഫീമാ ഷാ അല്ലാഹ്. തന്റെ കൂട്ടുകാരനുമായി ഒരു ഷെയർ, കച്ചവടത്തിൽ ഒരു പാർട്ട്ണറായിട്ട് അയാളെ സ്വീകരിച്ചുകൊണ്ട് അയാൾ പറയാണ്, നിങ്ങൾ എന്റെ കച്ചവടത്തിലെ എന്നോടൊപ്പമുള്ള പാർട്ട്ണറാണ്. അൻത സഹീമി ഫീമാ അംലിക്, എന്റെ സമ്പത്തിൽ നിങ്ങൾക്കും അവകാശമുണ്ട്. ഫീമ, എനിക്ക് എന്തെല്ലാം മിൽക്കുണ്ടോ അതിലെല്ലാം നിങ്ങൾക്കും മിൽക്കുണ്ട്. ഇല്ലാ ഫീമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചതിലൊഴികെ അങ്ങനൊരു സാധനമില്ല. അയാൾക്കുള്ളതിലെല്ലാം ഇയാൾക്ക് മിൽക്കുണ്ട്. എന്നാൽ അറബികൾ ഇല്ലാ ഫീമാ ഷാ അല്ലാഹ് എന്നവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആ ശൈലിയിൽ ഖുർആൻ അവരുടെ ഭാഷയിൽ ഇറങ്ങിയ ഗ്രന്ഥമാണ്. ആ ശൈലിയോട് ചേർത്തുകൊണ്ട് ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ, അള്ളാഹു ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ആ ഒരു പ്രയോഗത്തോട് താദാത്മ്യം പ്രാപിക്കുവാൻ വേണ്ടി ആ ഒരു രീതിയിൽ ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ അതിനർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിൽ നസ്ഖ് എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. ഖുർആനിൽ ചില ആയത്തുകളെ അള്ളാഹു ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. മക്കക്കാരായ ആളുകൾ, മക്കയിൽ മദ്യപിച്ചു ജീവിച്ചിരുന്ന ഒരു സമൂഹത്തോട് ഒറ്റയടിക്ക് മദ്യപിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ദീനുൽ ഇസ്ലാം വിട്ടിട്ട് ആൾക്കാർ ഓടിപ്പോകില്ലേ? കള്ളു കുടിക്കാതെ ഉറക്കം വരാത്ത ഒരാളോട് ഇന്ന് മുതൽ ഇത് പൂർണ്ണമായും നിർത്തണമെന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് നിഷേധമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ. അവര് ചെയ്തിരുന്ന ഒരു തിന്മയെ ഒറ്റയടിക്ക് നിർത്തിയിട്ടില്ലല്ലോ, വളരെ അല്പാൽപമായി നിർത്തുകയാണ് ഉണ്ടായത്. നസ്ഖ് എന്ന് പറഞ്ഞതിനെ പഠിപ്പിച്ചു തരാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. കള്ള് നിരോധനം പരിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുണ്ട്. കള്ള് ഹറാമാണ് എന്ന് അള്ളാഹു പറയുന്നതിന്റെ മുമ്പ് 3 സ്റ്റെപ്പുകൾ, 4ാമത്തെ സ്റ്റെപ്പിലാണ് അള്ളാഹു കള്ള് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. ആദ്യമായി വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസനാ, കള്ളിനെ സംബന്ധിച്ച് ആദ്യം ഇറങ്ങിയ ആയത്താണത്. മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്ന വസ്തുക്കളും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കള്ള് ഇപ്പൊ ഹലാലാണെന്ന് പറഞ്ഞു, അതിൽ കള്ള് ഹറാമാണെന്ന് പറഞ്ഞു. കള്ളിൽ നിന്ന് നിങ്ങൾ മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും നല്ല ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കുന്നു, മത്ത് പിടിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നുണ്ട്. തുടക്കാണ്. അള്ളാഹു അതിനെ ഒന്ന് തൊടുകയാണ് ആ വിഷയത്തെ. മദ്യം നിരോധിച്ചിട്ടില്ല, തൊടുകയാണ് വിഷയം. പിന്നെ അള്ളാഹു തആല ഇറക്കി ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, മദ്യത്തിലുള്ള ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഒരു മുഫസ്സിറും കള്ളിൽ ഒരു ഷിഫ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കള്ളിലെ ഉപകാരം തിജാറത്ത്, കച്ചവട സംബന്ധമായി കച്ചവടം കൊണ്ട് കിട്ടുന്ന നിങ്ങളുടെ ലാഭം, അതിനേക്കാൾ ഉപദ്രവമേ കള്ളിലുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഴത്തിൽ പറയുന്നില്ല. അല്ലാഹു ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, കള്ളിൽ കുറച്ച് ഉപകാരമുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ എന്ന് പറയരുത്. കള്ളിലെ ഉപകാരം തിജാറത്ത്, നിങ്ങൾ കള്ള് കച്ചവടം ചെയ്യുന്നവരാണ്. ആ കച്ചവടത്തിന്റെ ലാഭത്തേക്കാൾ നിങ്ങൾക്ക് നഷ്ടമാണ്, അതുകൊണ്ട് ഒരുപാട് ഉപദ്രവമാണ് വരാനുള്ളത് എന്ന് ഖുർആൻ രണ്ടാമത് പറഞ്ഞു. നിങ്ങൾക്ക് കള്ളിന്റെ ഉപകാരത്തെക്കാൾ. കള്ളിൽ ഉപകാരമില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയ ഒരു വിഷയത്തിൽ അല്ലാഹു ശിഫാഇനെ വെച്ചിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂടുമ്പോഴൊക്കെ പോകാൻ വേണ്ടി കള്ളുപിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഡോക്ടർ പറഞ്ഞല്ലേ, വൈദ്യം പറഞ്ഞു എന്നൊക്കെ അതിന് പറയും. പക്ഷേ
സാധ്യമല്ല. അള്ളാഹ് ഹറാമാക്കിയ ഒരു സാധനം, മുസ്കിറിൽ ഷിഫ ഇല്ല, പന്നിമാംസം അതിൽ ഷിഫയില്ല. അള്ളാഹു എന്ത് ഹറാമാക്കിയിട്ടുണ്ടോ അതിൽ അള്ളാഹ് ശിഫ വെച്ചിട്ടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പിന്നെ എന്താ കള്ളിലെ ഉപകാരം? കച്ചവടമാണ്. ശരി, അതിൽ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. അപ്പൊ ചില സ്വഹാബാക്കൾ എന്ത് ചെയ്തു? ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞല്ലോ, അള്ളാഹു നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നോക്കണം, ഇതൊക്കെ കള്ളിനെ സംബന്ധിച്ചിറങ്ങിയ ആയത്തുകളാണ്. ഉപകാരം ഉപദ്രവമാണ് കൂടുതൽ, എന്നാ പിന്നെ ഒഴിവാക്കാം. കുറഞ്ഞൊരു വിഭാഗം അത് ഒഴിവാക്കി. അങ്ങനെയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഒരു സദ്യ കഴിഞ്ഞു, അവിടെ മദ്യമുണ്ടായിരുന്നു. ഇമാം അലി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, കള്ള് നിരോധിച്ചിട്ടില്ല. ഇമാം അലി റളിയല്ലാഹു അൻഹു ആ മത്ത് പിടിച്ച അവസ്ഥയിലാണ് ഇമാമായിരുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയേണ്ടടുത്ത് അഅ്ബുദു മാ തഅ്ബുദു ലാങ് വിട്ടുപോയി. ഞാൻ ആരാധിക്കുന്നില്ല എന്ന നിഷേധാർത്ഥം വരുന്ന ലാ വിട്ടുപോയി. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു എന്നായി അർത്ഥം. പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, ലാ തഖറബുസ് സ്വലാത വ അൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങളാരും തന്നെ കള്ളു കുടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് വരരുത്, മദ്യപിച്ചവരായി നിസ്കരിക്കാൻ വരരുത്, നിങ്ങൾ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത അവസ്ഥയിൽ നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്ത് കള്ളു കുടിക്കരുത്. ആദ്യത്തെ നിരോധനം വരികയാണ്. ഇത് പറഞ്ഞിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുമോ? നിസ്കരിക്കുമ്പോൾ കുടിക്കരുതെന്നല്ലേ ഖുർആനിലുള്ളൂ, നിങ്ങൾ എന്തിനാ കുടിക്കാൻ പാടില്ല എന്ന് പറയണത്? ഇത് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണ്, ദുർബലപ്പെടുത്തപ്പെട്ട ആയത്താണ്. അതിന്റെ നിയമം ദുർബലപ്പെട്ടു പോയി. എന്തിനാണ് ഈ ദുർബലപ്പെടുത്തത്? എന്തിനാണ്? ആ സമൂഹത്തിനെ പടിപടിയായി ദീനിലേക്ക് കൊണ്ടുവരികയാണ്. അതിനു വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു, അതിനെ ഇല്ലാതാക്കേണ്ടി വരും. നോക്കൂ, അത് കഴിഞ്ഞ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവും അപ്പോ നിസ്കരിക്കുന്ന സമയത്ത് കുടിക്കരുത് എന്ന് കുറെ ആളുകൾ എന്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് കുടിച്ചിട്ട് കടന്നുറങ്ങും. സുബഹിയാവുമ്പോഴേക്ക് ആ മത്തൊക്കെ പോകും. അങ്ങനെ രാത്രി മാത്രമായി കുടി, മറ്റു കുടിയൊക്കെ ഒഴിവാക്കി. മറ്റൊക്കെ നിസ്കാരത്തിന്റെ സമയങ്ങളാണ് ഒക്കെ ഒഴിവാക്കി. അപ്പോഴും പരിപൂർണ്ണ നിരോധനം വന്നിട്ടില്ല, കള്ള് ഹറാമാണെന്നുള്ള പറഞ്ഞിരുന്നില്ല അപ്പോഴും. പിന്നെയാണ് സഅദ് റളിയല്ലാഹു അൻഹു അടക്കം ഒരു കൂട്ടം സ്വഹാബികൾ, മുഹാജിറുകളും അൻസാരികളും കൂടിയിരുന്ന് ഒരു സദ്യയിൽ സംബന്ധിച്ചു. അവിടെ മദ്യമുണ്ടായിരുന്നു. കള്ളു കുടിച്ചിട്ട് അവർ പാട്ടുപാടാൻ തുടങ്ങി, കുടുംബ മഹിമ പറയാൻ തുടങ്ങി. മഹിമ പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു പാടിയത് അൻസാരികളെ ചീത്ത പറഞ്ഞിട്ടാണ്. അൻസാരികൾപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വന്നു. ഒരൊട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു തലക്കടിച്ചു, സാരമായ പരിക്കേറ്റു. നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുചെന്നു. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരുന്നു, നബിയെ, അള്ളാഹുവിനോട് കള്ളൊന്ന് നിരോധിക്കാൻ പറയൂ നബിയെ. മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങി, ഇന്നമൽ ഖംറു വൽ മൈസിറു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. കള്ള് പൈശാചികമാണ്, കള്ള് പൈശാചികമാണ്. അത് നജസാണ്, മ്ലേച്ഛമാണ്, മലിനമാണ്. അത് വർജിക്കുന്നവർക്കേ വിജയമുള്ളൂ. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അത് ഉപേക്ഷിച്ചെങ്കിലേ നിങ്ങൾക്ക് വിജയമുള്ളൂ. പിശാച് നിങ്ങളെ കള്ളു കുടിപ്പിച്ചുകൊണ്ട് പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുവാനും നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കുവാനുമാണ്. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾക്ക് നിർത്താനാവുമോ? പഴയ സ്വഹാബത്ത് പറഞ്ഞു, ഇൻതഹൈനാ യാ റബ്ബ്, ഞങ്ങൾ നിർത്തി തമ്പുരാനെ, ഞങ്ങൾ നിർത്തി. അപ്പോഴാണ് മദീനയിൽ മദ്യത്തിന്റെ പുഴ ഒഴുകി എന്ന് ചരിത്രകാരന്മാർ എഴുതിയത്. ഇപ്പോൾ നിലവിലുള്ള മദ്യം നിരോധനത്തിന്റെ ഈ ആയത്താണ് നിലവിലുള്ളത്. എപ്പോഴും അത് ഹറാമാണ്. നിസ്കരിക്കുമ്പോൾ നല്ല നിസ്കാരം കഴിഞ്ഞിട്ടുമല്ല, എപ്പോഴും ഹറാമാണ്. ഇങ്ങനെ പടിപടിയായി നോക്കൂ അള്ളാഹു കൊണ്ടുവന്നത്. ഇതിനെയാണ് നമ്മൾ അപ്പോ ഈ അവസാനം പറഞ്ഞ ആയത്തിന്റെ നിയമമേ നിലവിലുള്ളൂ. ബാക്കി ആയത്തുകൾ ഖുർആനിലുണ്ട്. ആ നിയമം പ്രാബല്യത്തിലില്ല, അതിനെ നസ്ഖ് ചെയ്തു. ഈ അവസാനത്തെ ആയത്ത് നാസിഖാണ്, നേരത്തെ പറഞ്ഞ 4 മൻസൂഖാണ് എന്ന് പറയും. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് jayhoon.tv ആണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സനുഖ്രിഉക ഫലാ തൻസാ. നബിയേ, ഈ ഖുർആൻ അങ്ങേക്ക് നാം ഓതിത്തരും. ഫലാ തൻസാ, അങ്ങനെ അങ്ങ് മറക്കുകയില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. ഏതെങ്കിലും ഒന്ന് ഖുർആനിൽ നിന്ന് അല്ലാഹു നസ്ഖ് ചെയ്തു കളഞ്ഞാൽ, ദുർബലപ്പെടുത്തി കളഞ്ഞാൽ, അത് ഖുർആനിൽ ഓതപ്പെടാത്ത ആയത്തായി മാറുകയും ചെയ്താൽ അതങ്ങ് മറക്കുന്നതിന് വിരോധവുമില്ല. വ്യഭിചാരികളായ ആളുകളെ എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. പക്ഷേ ആ നിയമം നിലവിലുണ്ട്, ആ ആയത്ത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. الشيخ والشيخة إذا زنيا فرجموهما البتة. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നബി തങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഓതിയിരുന്നു, الشيخ والشيخة, വൃദ്ധനായ ഒരു പുരുഷനും വൃദ്ധയായ ഒരു സ്ത്രീയും വ്യഭിചരിച്ചാൽ ഫർജുമൂഹുമാ البتة, അവരെ മരിക്കും വരെ എറിഞ്ഞു കൊല്ലണം, എറിയണം എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഓതാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നു. ഈ ആയത്ത് ദുർബലപ്പെടുത്തപ്പെട്ടു പോയി. അതിന്റെ നിയമമുണ്ട്, ആയത്തില്ല. ആയത്തുണ്ട്, നിയമമില്ല. ഇങ്ങനെയൊക്കെ നസ്ഖിനെ സംബന്ധിച്ച് ഖുർആനിന്റെ ഉസൂൽ ഉലൂം പഠിക്കുമ്പോൾ വിശദമായി പഠിക്കുന്ന ഒരു വിഷയമാണത്. അങ്ങനെ നസ്ഖ് ചെയ്യപ്പെട്ടു പോയി. അങ്ങനത്തെ ആയത്തുകൾ, വേറെയും ആയത്തുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും അല്ലാഹു ദുർബലപ്പെടുത്തിയാൽ അതങ്ങ് മറന്നു പോകുന്നതിന് പ്രശ്നമില്ല. അപ്പൊ ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ അങ്ങ് മറക്കില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഏതാണ്? നസ്ഖ് ചെയ്യുന്ന ആയത്തുകൾ, ദുർബലപ്പെടുത്തപ്പെടുന്ന ആയത്തുകൾ, അതങ്ങ് മറക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അത്തർക്ക്, നബിയെ അങ്ങേക്ക് അല്ലാഹു തആല ഒരു വിഷയം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, ഒരു വിഷയം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, അത് ഉപേക്ഷിച്ചാൽ ആ ആയത്ത് മറന്നു പോകുന്നതിന് തുല്യമാണ്. ഒരു വിഷയം അല്ലാഹു ഓതിത്തരും, ആ ഖുർആനിലുള്ളത് അങ്ങ് അമല് ചെയ്യാൻ ബന്ധപ്പെട്ടവരാണ്. എന്നാൽ അല്ലാഹു അതിനെ സംബന്ധിച്ച് ഇനി അമല് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് ദുർബലപ്പെടുത്തി എന്നാണ്. അത്തരം ആയത്തുകൾ അങ്ങ് ദുർബലപ്പെടുത്തുന്നതിന്, അങ്ങേക്ക് ദുർബലപ്പെടുത്തപ്പെടുന്നതിന് വിരോധമില്ല, അങ്ങ് മറക്കുന്നതിനും വിരോധമില്ല എന്നാണ് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. ഇന്നഹു, തീർച്ചയായും അല്ലാഹു, യഅലമുൽ ജഹ്റ, ഉറക്കെ പറയുന്നത് അറിയുന്നവനാണ്, വമാ യഖ്ഫാ, മെല്ലെ പറയുന്നതും അല്ലാഹു അറിവുള്ളവനാണ്. ഉറക്കെ പറയുന്നതും അല്ലാഹു അറിയും, മെല്ലെ പറയുന്നതും അല്ലാഹു അറിയും. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് ഓതിക്കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങേ ഓതിത്തരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ അങ്ങ് ഉറക്ക ഓതുന്ന ആ ഓത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിനറിയാം. വമാ യഖ്ഫാ, അങ്ങയുടെ മനസ്സിൽ അങ്ങ് ഞാൻ മറന്നുപോകുമോ എന്ന് പേടിച്ച് അങ്ങ് മെല്ലെ പറയുന്നുണ്ടല്ലോ നബിയെ, അങ്ങ് മനസ്സിൽ ഓതുന്നതും അല്ലാഹുവിനറിയാം. വനുയസ്സിറുക ലിൽയുസ്റാ, അതുകൊണ്ട് നബിയെ അങ്ങേക്ക് നാം എളുപ്പമായ വിഷയത്തിലേക്ക്, അങ്ങേക്ക് നാം എളുപ്പമായത് ആക്കിത്തരും നബിയെ. അങ്ങേ നാം യുസ്രായിലേക്ക് എളുപ്പമാക്കി തരും നബി. യുസ്ര എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമായതാണ്. യുസ്രായി, എളുപ്പമായ ഒരു മാർഗത്തിലേക്ക് അങ്ങേ നാം വഴി നടത്തും നബിയെ. ഖുർആൻ മറന്നു പോകാതിരിക്കാൻ എളുപ്പമാക്കി തരും നബിയെ. ഖുർആനിനെ മനഃപ്പാഠമാക്കാൻ എളുപ്പമാക്കി തരും. അത് മറന്നു പോകാതിരിക്കാനുള്ള വഴിയും അള്ളാഹു അങ്ങേക്ക് എളുപ്പമാക്കി തരും. അങ്ങ് ഇങ്ങനെ മനസ്സിൽ പറയേണ്ടതില്ല നബിയെ. അപ്പോ അങ്ങേക്ക് നാം ഖുർആൻ പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞ അതേ ആശയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ വനുയസ്സിറുക ലിൽയുസ്റാ. നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ ഉറക്കെ പറയുന്നതും അള്ളാഹു അറിയുന്നുണ്ട് നബിയെ. അത് മറന്നു പോകുമോ എന്ന് പേടിച്ച് അങ്ങ് മനസ്സിലോതുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് വനുയസ്സിറുക, അങ്ങേക്ക് നാം എളുപ്പമാക്കി തരും. ലിൽയുസ്റാ, ഒരു പ്രയാസവുമില്ലാത്ത മാർഗത്തിലേക്ക് അങ്ങേ നാം എളുപ്പമാക്കി തരും. ഖുർആനിനെ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ഒരു വലിയ മുഅ്ജിസത്താണ്. അള്ളാഹുവിന്റെ റസൂലിന് ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുത്തത് മുഅ്ജിസത്താണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയാണ്. എങ്ങനെയാണ് ആ മുഅ്ജിസത്തായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയായിരുന്നുവല്ലോ, അല്ലെ? നബി തങ്ങൾ ഉമ്മിയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു, ജീവിതകാലം മുഴുവനും അറിയില്ലായിരുന്നു എന്നാണോ അതിനർത്ഥം? വഹ്യ് കിട്ടണ കാലം വരെ നബിക്ക് അറിയില്ല എന്നാണ്.
ജീവിതകാലം നിങ്ങളുടെ നബിക്ക് ഇൽമില്ലായിരുന്നല്ലോ, നിരക്ഷനായിരുന്നല്ലോ ജീവിതകാലം മുഴുവനും, അങ്ങനെ ഒരു ശത്രു പറഞ്ഞാൽ അതിന് മറുപടി എന്താ? നുബുവത്ത് ലഭിക്കുന്ന കാലം വരെ നബി ഉമ്മിയാണ്. അത്രേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ഉമ്മിയല്ല. അവിടെ മുതൽ നബി ആലിമീങ്ങൾക്കുമേൽ ആലിമാണ്. എല്ലാ ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും ഇൽമ് അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ വായിച്ചിരുന്നു, നബി തങ്ങൾ എഴുതിയിരുന്നു, അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്തിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ട്. നുബുവത്ത് വരെ നബി തങ്ങൾക്ക് അതിന് സാധ്യമായിട്ടില്ല. അതെന്തിനാ? പരിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് അവതരിക്കുന്ന സമയത്ത് നബിക്ക് എഴുത്തും വായനയും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റുമായിരുന്നു, അത് നബി സ്വയം എഴുതിയുണ്ടാക്കിയതായിരിക്കുമെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ നബിക്ക് നുബുവത്ത് കിട്ടും വരെ എഴുത്തും വായനയും അറിയില്ല. അങ്ങനത്തെ ഉമ്മിയായ നബി തങ്ങൾക്ക് അല്ലാഹു നബിയുടെ മനസ്സിൽ ഈ 6000-ലേറെ വരുന്ന ആയത്തുകളെ നബിയുടെ മനസ്സിൽ അല്ലാഹു സൂക്ഷിച്ചു കൊടുത്തത്, നബിക്ക് അല്ലാഹു ഹിഫ്ള് ചെയ്തു കൊടുത്തത് വലിയൊരു മുഅ്ജിസത്താണ്. തന്നെയുമല്ല, ഈ സൂറത്ത് മക്കാ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയതാണെന്നാണ്. മക്കയിലാണെങ്കിൽ ഖുർആൻ പൂർത്തിയായിട്ടില്ലല്ലോ. മദീനയിൽ വന്ന് മദീനയിലെ 10 വർഷത്തെ ജീവിതത്തിന്റെ അവസാനത്തിലല്ലേ പരിശുദ്ധ ഖുർആൻ പൂർത്തിയാകുന്നത്. അപ്പൊ മക്കയിലെ തുടക്കകാലങ്ങളിൽ ഇറങ്ങിയ സൂറത്താണിത്. സനുഖ്രിഉക ഫലാ തൻസാ. നബിയെ, ഒരുപാട് ആയത്തുകൾ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ ഇറങ്ങാൻ പോകുന്ന വരാനുള്ള വർഷങ്ങൾ കഴിഞ്ഞ് 23 കൊല്ലം കൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പൂർത്തിയാവുന്നത്. ആ 23 കൊല്ലങ്ങളിൽ ഇറങ്ങാൻ പോകുന്ന ആയത്തുകൾ മുഴുവനും അങ്ങയുടെ ഹൃദയത്തിൽ നാം ഉറപ്പിച്ചു തരും നബിയെ. അതങ്ങ് മറന്നു പോകാതെ അള്ളാഹു സൂക്ഷിച്ചു തരും, അങ്ങ് പേടിക്കണ്ട. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു, അല്ലെ? അതിനുശേഷം നബി മറന്നിട്ടില്ല എന്നാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി മനഃപ്പാഠമായിരുന്നു, മറന്നിട്ടില്ല. അങ്ങനെ മറക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞത് എപ്പോഴാ? ഖുർആനിന്റെ അവതരണം തുടങ്ങുന്ന ആദ്യകാലങ്ങളിലാണ്. ആ ആദ്യകാലങ്ങളിൽ പറഞ്ഞത് ഖുർആൻ അവസാനിക്കുന്ന കാലം വരെ നിലനിന്നു. നബി തങ്ങളുടെ വഫാത്ത് വരെ അവിടെ നിന്ന് മറവി സംഭവിച്ചിട്ടില്ല. അതും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. ഇഖ്ബാറും ബിൽ ഗൈബ്, സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു, അതതുപോലെ നടന്നു. വയസ്റുക ലിൽ യുസ്റാ. നബിയെ, യുസ്റായിലേക്ക് അങ്ങേക്ക് നാം എളുപ്പമാക്കി തരും. എന്താണ് യുസ്റ എന്ന് പറഞ്ഞതിന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. യുസ്റ എന്ന് പറഞ്ഞാൽ എല്ലാ ഖൈറായ കാര്യങ്ങളും, എല്ലാ ഖൈറായ കാര്യങ്ങൾക്കും അങ്ങേക്ക് നാം എളുപ്പമാക്കി തരും നബിയെ. എല്ലാ ഖൈറിലും അൻത സബ്ബാഖുൻ ഇലൽ ഖൈർ. അലി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞല്ലോ, നബിയെ, അങ്ങ് എല്ലാ ഖൈറിലേക്കും ആദ്യം എത്തുന്ന ആളാണ്. ഏതൊരു ഖൈറായ കാര്യവും അതാദ്യം ചെയ്യുന്ന ആളാണ് നബിയെ അങ്ങ്. വയസ്റുക ലിൽ യുസ്റാ. എല്ലാ യുസ്റായിലേക്കും അങ്ങേക്ക് നാം എളുപ്പമാക്കി തരും നബിയെ. ഫദക്കിർ. അതുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട് അങ്ങ് സാരോപദേശം കൊടുക്കണം. സാരോപദേശം ഉപകാരപ്പെട്ടെങ്കിലോ? സാരോപദേശം ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് അങ്ങ് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കണം, ദിക്റ ചെയ്യണം, ആളുകൾക്ക് സാരോപദേശം ചെയ്യണം നബിയെ. അത് ഉപകാരപ്പെട്ടെങ്കിലോ? ഉപകാരപ്പെട്ടെങ്കിലോ എന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് അല്ല. അങ്ങനെ ഉപകാരപ്പെടാൻ വേണ്ടി നബി തങ്ങൾ അവർക്ക് ഉത്ബോധനം ചെയ്യണം എന്നല്ല. എല്ലാ അമ്പിയാക്കന്മാരുടെയും ബാധ്യത പൊതുവായിട്ട് ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുക എന്നാണ്. എന്നിട്ട് ആരുടെയെങ്കിലും ഹിദായത്തിൽ നബിതങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന കാലത്തോളം അവർക്ക് വ്യക്തിപരമായ ഉപദേശം കൊടുക്കാം. പക്ഷേ ഒരാൾ നന്നാകില്ല എന്ന് അള്ളാഹുവിൽ നിന്ന് ഇൽമ് കിട്ടിയാൽ അവർക്ക് ഉപദേശം നിർത്തിവെക്കുകയും ചെയ്യാം. നബിതങ്ങളത് ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടതില്ല. അമ്പിയാക്കന്മാരുടെ ദൗത്യമാണ്, നിങ്ങളത് ചെയ്തോളൂ. ഉപകാരപ്പെടുത്തുന്നവൻ അത് അല്ലാഹുവാണ്. അതിലേറ്റവും അത്ഭുതകരമായ വസ്തുത, സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനെ ഫറോവയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? മൂസ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഫിർഔന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം മൂസ നബിയെ, അവൻ കടുത്ത അക്രമിയായിരിക്കുന്നു. فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കാം, നീ അള്ളാഹുവിനെ ഭയപ്പെട്ടേക്കാം, അതുകൊണ്ട് ഞാൻ നിന്നെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു എന്ന് ചെന്ന് പറയൂ മൂസ നബിയെ. അള്ളാഹുവിനറിയില്ലേ ഫറോവയുടെ മരണം എങ്ങനെ സംഭവിക്കുമെന്ന്? സംഭവിക്കാൻ പോകുന്നതറിയാവുന്ന അള്ളാഹു അല്ലേ?
ഫറോവ എങ്ങനെ മരിക്കും, ചെങ്കടലിൽ അവൻ മുങ്ങി മരിക്കും, ഈമാനില്ലാതെ മരിക്കും എന്നറിവുള്ള അള്ളാഹുവാണ് മൂസനബിയോട് പറയുന്നത്, മൂസനബിയെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഉപദേശം കൊടുക്കണം, ഒരുപക്ഷെ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടേക്കാം. ഭയപ്പെടില്ല എന്ന് അള്ളാഹുവിനറിയാമല്ലോ. പക്ഷേ അംബിയാഇന്റെ ദൗത്യം നിർവഹിക്കുക മാത്രമാണ്. ഉപകാരപ്പെടട്ടെ പെടാതിരിക്കട്ടെ, അംബിയാഇന്റെ ദൗത്യം അത്രയുള്ളൂ. ആരെയും കൈപിടിച്ച് ദീനിലേക്ക് കൊണ്ടുവരൽ ഒരു നബിയുടെയും ബാധ്യതയല്ല, അവർക്ക് ദീന് എത്തിച്ചു കൊടുക്കലേ ബാധ്യതയുള്ളൂ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, അംബിയാക്കന്മാർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കലേ ബാധ്യതയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നഫഅതി ദിക്റ, ഉപകാരപ്പെട്ടെങ്കിലോ അങ്ങ് ഉപദേശിച്ചു കൊടുക്കും നബിയെ. പക്ഷേ ഖുർആൻ പറയുന്നു സയദ്ദക്കറു, ഉപകാരം സിദ്ധിക്കുന്നവർ മൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമേ ഉപകാരം സിദ്ധിക്കൂ, അവർക്കേ ഉപകാരം സിദ്ധിക്കൂ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കേ ഉപകാരം സിദ്ധിക്കൂ, അല്ലാത്തവർക്ക് ഇതുകൊണ്ട് ഉപകാരം സിദ്ധിക്കില്ല. അല്ലാഹുവിന്റെ ഖശിയത്തുള്ളവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സയദ്ദക്കറു മൻ യഖ്ശാ, പരലോകമുണ്ടെന്ന് പേടിക്കുകയും രക്ഷാശിക്ഷകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും പരലോകത്തിൽ ഈമാൻ ഉണ്ടാവുകയും ചെയ്ത ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. സയദ്ദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അശ്ഖല്ലദീ യസ്ലൻ നാറൽ കുബ്റാ വയതജന്നബുഹൽ അശ്ഖാ. അള്ളാഹുവിന്റെ ഈ സാരോപദേശത്തെ ഉപേക്ഷിച്ചു കൊണ്ടുപോകും, അതിൽ നിന്ന് അകന്നു പോകും. അൽ-അശ്ഖാ, ഏറ്റവും പരാജയപ്പെട്ട ആളെ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് അകന്നു പോകൂ. പരാജയം സംഭവിച്ചവർ, അവരെ ഖുർആനിൽ നിന്ന് അകന്നു പോകൂ. അല്ലദീ, അത്തരക്കാർ അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ, കുബ്റാ എന്ന നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അങ്ങനെ അർത്ഥമുണ്ട്, വലിയ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് എന്നവിടെ അർത്ഥമുണ്ട്. പക്ഷേ കുബ്റ എന്നതിന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ളത് അൽ കുബ്റ നാറു ജഹന്നം വസ്സുഗ്റ നാറു ദുനിയ. ഒന്നാമത്തെ അർത്ഥം ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു കൊടുത്തത് കുബ്റ എന്ന് പറഞ്ഞത് നരകത്തിന്റെ തീയാണ്, സുഗ്റ എന്ന് പറഞ്ഞത് ദുനിയാവിലെ തീയാണ്. അപ്പൊ അന്ത്യനാളിന്റെ തീയിന് കുബ്റ എന്ന് പറഞ്ഞു. എന്നാൽ അന്നഫിൽ ആഖിറത്തി നീറാനൻ വദറകാത്ത്, നരകത്തിൽ അള്ളാഹു ഒരുപാട് തട്ടുകൾ, ലെയറുകൾ വെച്ചിട്ടുണ്ട്. ഓരോ തട്ടുകളുണ്ട് നരകത്തിന്. ദുനിയാവിലെ തെറ്റുകൾക്ക് ഓരോ കടുത്ത തെറ്റ്, കുറഞ്ഞ തെറ്റ്, വലിയ ഭയങ്കരമായ ശിക്ഷയുള്ള തെറ്റ്, അങ്ങനെ തെറ്റുകൾക്ക് ഇനവ്യത്യാസമുള്ളതുപോലെ കുറ്റങ്ങൾക്ക് തോത് വ്യത്യാസപ്പെടുന്നത് പോലെ നാളെ ലഭിക്കുന്ന ശിക്ഷകൾക്കും വ്യത്യാസമുണ്ട്. അങ്ങനെ നരകത്തിൽ കാഫിരീങ്ങൾ പ്രവേശിക്കുന്ന നരകത്തിന്റെ ഏറ്റവും ഭയാനകമായ സ്ഥലമാണ് കുബ്റ എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. കുബ്റ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം അള്ളാഹുവിന്റെ ജഹന്നമിന്റെ ഏറ്റവും അടിത്തട്ടിലെ ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ള ഭാഗമാണ്. അത് മുനാഫിക്കുകൾക്ക് അള്ളാഹു വെച്ചതാണ്. സൂറത്തുൻ നിസായിൽ 145-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് മുനാഫിക്കുകൾ എന്നാണ്. ഏറ്റവും കടുത്ത ശിക്ഷയുള്ളവർ നരകത്തിൽ മുനാഫിക്കുകൾക്കാണ്, കപടവിശ്വാസികൾക്കാണ്. ആ ദർക്കുൽ അസ്ഫലിനെ സംബന്ധിച്ചാണ് സയസ്സുലൻ നാറൽ കുബ്റ, കുബ്റ എന്ന നരകത്തിലേക്ക് അവർ പ്രവേശിക്കും എന്ന് അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. സയസ്സുലൻ നാറൽ കുബ്റ, ഇത് മുനാഫിക്കായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണെന്നാണ്. ഇതിന് സമാനമായ ഒരു സംഭവം മുമ്പ് നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മദീനയിൽ ഒരു പാവപ്പെട്ട ഒരു അൻസ്വാരിയുടെ വീടും അതിന്റെ തൊട്ടടുത്ത് ഒരു മുനാഫിക്കായ മനുഷ്യന്റെ ഒരു ഈത്തപ്പനത്തോട്ടവും ആ മുനാഫിക്കിന്റെ ഒരു ഈത്തപ്പന അയാളുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കാറുണ്ടായിരുന്നുവെന്നും അല്ലെ, ആ ഈത്തപ്പനയിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം ഈ ഫക്കീറായ ആളുടെ കുട്ടികളെടുത്ത് ഭക്ഷിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആള് മുനാഫിക്കാണെന്നറിയാതെ അയാളോട് ചോദിച്ചുപോയി, നിന്റെ ഈ ഈത്തപ്പന നിന്റെ അയൽവാസിയായ പാവപ്പെട്ട ആ അൻസ്വാരിയും മക്കളും അവര് അതിന്ന് വീണുപോകുന്നത് ഭക്ഷിക്കുന്നു, നീ അവരിന്ന് പിടിച്ചു വാങ്ങുന്നു, എന്തൊരു കഷ്ടമാണിത്, നീ അത് അവർക്ക് കൊടുത്തുകൂടെ? ആ ഈത്തപ്പനക്ക് പകരം നിനക്ക് ഞാൻ സ്വർഗത്തിലൊരു ഈത്തപ്പന തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ പറഞ്ഞത് എന്താണ്?
വരാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഉള്ള എന്റെ സാധനം ഞാൻ തരില്ല. ആഖിറത്തിൽ കിട്ടാൻ പോകുന്നതല്ലേ, ഇതിപ്പോൾ എന്റെ കയ്യിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒരു ആജിലിന് വേണ്ടി ആജിലിനെ തരികയില്ല. ഇപ്പൊ ഉള്ള സാധനത്തെ വരാൻ പോകുന്നതുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തരില്ല എന്ന് ആ മുനാഫിഖ് പറഞ്ഞു. അവിടെ മഹാനായ അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ആ സംഭവം വന്നിട്ടുള്ളത്. ഇവിടെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതിന് ഒരു തോട്ടം മുഴുവനും കൊടുത്ത് ആ കപടവിശ്വാസിയിൽ നിന്ന് ആ ഈത്തപ്പനെ വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചു. ഒരു പക്ഷേ രണ്ടും രണ്ട് സംഭവങ്ങളായിരിക്കാം എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഖദ് അഫ്ലഹ മൻ തസക്ക, അല്ലാഹുവിന് വേണ്ടി ആത്മസംശുദ്ധി വരിച്ച ആളുകൾ വിജയിച്ചു എന്ന് പറഞ്ഞത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണെന്നും നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞത് ഈ ഈത്തപ്പനയുടെ വിഷയത്തിൽ പിശുക്ക് കാണിച്ച ഈ കപടവിശ്വാസിയെ സംബന്ധിച്ചാണ് സയസ്സുലൻ നാറൽ കുബ്ര എന്ന് പറഞ്ഞതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എന്താണ് നരകത്തെ സംബന്ധിച്ച് പറഞ്ഞത്? സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, നരകത്തിൽ ലാ യമൂതു ഫീഹാ, അവിടെ മരിക്കുകയില്ല, വലാ യഹ്യാ, ജീവിക്കുകയും ഇല്ല. മരിക്കുകയും ഇല്ല, ജീവിക്കുകയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജീവിക്കൂലേ മരിക്കൂലേ? അവിടെ മരിച്ചാൽ ഒന്ന് വിശ്രമിക്കാമായിരുന്നു എന്ന് മനുഷ്യൻ വിചാരിക്കും, പക്ഷെ മരിക്കില്ല. എന്നാൽ ഒരു റാഹത്തുള്ള ജീവിതമാണോ നരകത്തിലുള്ളത്? അതുമല്ല, ജീവിതവും ഇല്ല മരണവുമില്ല. ആ ഒരർത്ഥത്തിലാണ് അവിടെ ജീവിതമില്ല മരണമില്ല എന്ന് പറഞ്ഞത്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, നരകവാസികളായ ആളുകളുടെ ഓരോരുത്തരുടെയും റൂഹ് അവരുടെ തൊണ്ടക്കുഴിയിലായിരിക്കും. തൊണ്ടക്കുഴിയിലാണ് റൂഹ് ഉണ്ടാവുക. ഫലാ തഖ്റുജു, ആ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു പോരില്ല. അങ്ങനെ പോന്നാൽ അയാൾക്ക് മരിക്കാമായിരുന്നു. എന്നാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആ റൂഹിന്റെ പ്രസരണം സംഭവിക്കുകയും ഇല്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നു. അപ്പൊ റൂഹ് ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്ന ആ ഒരവസ്ഥയാണ് നരകവാസികൾക്കുണ്ടാവുക. ജീവിതവുമില്ല, അവർക്ക് മരണവുമില്ല. അതാണ് കാഫിരിന്റെ അവസ്ഥ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് അല്ലാഹു നരകത്തിൽ മരണം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. നരകത്തിൽ ജീവിക്കില്ല മരിക്കുമില്ല എന്നാണല്ലോ ആയത്തിൽ പറഞ്ഞത്. അവിടെ അല്ലാഹു മരിപ്പിക്കുന്നവന്റെ റഹ്മത്ത് കൊണ്ട് മരണം കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, قال قال رسول الله صلى الله عليه وسلم اما اهل النار الذين هم اهلها, നരകത്തിൽ എന്നെന്നും വസിക്കാൻ പോകുന്ന നരകവാസികൾ ലാ യമൂതൂന വലാ യഹ്യൗൻ, അവരവിടെ ജീവിക്കുകയോ മരിക്കുകയോ ഇല്ല. വഅമ്മാ ഉനാസുൻ, എന്നാൽ ഒരു വിഭാഗം യുരീദുല്ലാഹു ബിഹിമുർ റഹ്മ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടർ ഫയുമീതുഹും ഫിന്നാർ, അവരെ അല്ലാഹു നരകത്തിൽ മരിപ്പിക്കും. നിശ്ചിതമായ അളവിൽ കാല അളവിൽ അല്ലാഹു ശിക്ഷ കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോവുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകവാസികൾ നരകത്തിലേക്ക് കടന്നാൽ മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിനൽ ഈമാൻ, ഒരു കടകമണിയുടെ അത്രയെങ്കിലും ഈമാനുള്ള ഒരാൾ തന്റെ ശിക്ഷ കാലാവധി കഴിഞ്ഞതിന് ശേഷം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളിൽ തെറ്റ് ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആളുകൾ നരകത്തിൽ കടന്ന ശേഷം മോചിപ്പിക്കപ്പെടുന്നു എന്നാണ്. അല്ലാഹു നരകത്തിൽ ഒരു നിമിഷം പോലും കടത്താതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇബ്ദങ്ങൾ പറയുന്നു, നരകത്തിൽ മരിച്ചു പോകുന്ന ആളുകൾ, അവരെ നരകത്തിൽ മരിച്ചാൽ അവർക്ക് തന്നെ ശിക്ഷയെ അനുഭവിക്കാൻ കഴിയില്ല. മരിക്കാത്ത ആ അവസ്ഥയിലാണ് അവർക്ക് ശിക്ഷയുണ്ടാവുക. ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവർ നരകത്തിൽ മരിച്ചു വീഴുന്നു. ഫയദ്ഖുലു അലൈഹിമുശ് ശുഫആ, സ്വഹീഹായ ഹദീസാണ്. അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ആളുകൾ നരകത്തിലേക്ക് ചൊല്ലുന്നു. ചൂടേൽക്കുകയില്ല.
തങ്ങളുടെ കൂട്ടുകാരെ മോചിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നൽകുന്ന റഹ്മത്താണത്. ഒരാൾ തന്റെ സഹായികളായ ആളുകളെ, തന്റെ കൂട്ടുകാരായ ആളുകളെ അവരുടെ മുഖം കണ്ടറിഞ്ഞ് രക്ഷപ്പെടുത്തും. അപ്പോഴേക്കും കരിക്കട്ടയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവരവിടെ തിരിച്ചറിയും. എന്നിട്ട് നഹ്റുൽ ഹയാ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, അല്ലെങ്കിൽ നെഹ്റുൽ ഹയവാൻ എന്ന് പറയുന്നു. അതിന് നെഹ്റുൽ ജന്ന എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വർഗത്തിലെ ഒരു പുഴയാണത് നെഹ്റുൽ ഹയാത്ത്. ആ പുഴയിലേക്ക് കരിക്കട്ട പോലെ മാറിക്കഴിഞ്ഞ് നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആളെ ആ പുഴയിൽ കുളിപ്പിച്ചാൽ മലയിലെ ഒലിവ് വെള്ളത്തിൽ ഒലിച്ചു വരുന്നതിൽ ധാന്യമണികൾ ഉണ്ടാകുമല്ലോ, ആ ധാന്യമണികൾ പിന്നീട് മുളച്ചു വരുന്നത് പോലെ കരിക്കട്ടയായി മാറിയ മനുഷ്യനിൽ അള്ളാഹു ജീവൻ കൊടുക്കുന്നു. നെഹ്റുൽ ഹയാത്ത്, ജീവനുള്ള ജീവന്റെ പുഴ എന്നാണല്ലോ ആ വാക്കിനർത്ഥം തന്നെ. അതിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ധാന്യമണി പൊട്ടിമുളക്കും പോലെ അവരിൽ ജീവമുള്ളവരായി അവർ പുറത്തു വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ രസകരമായി വിശദീകരിച്ചു. അമാ തറൗന ശജറ, നിങ്ങൾ കണ്ടിട്ടില്ലേ സഹാബത്തെ വൃക്ഷങ്ങൾ, തകൂനു ഖളറാ, നല്ല പച്ചയായ വൃക്ഷങ്ങൾ, സുമ്മ തകൂനു സഫറാ, എന്നിട്ടത് മഞ്ഞയായി ഉണങ്ങിപ്പോകുമല്ലോ ചില വൃക്ഷങ്ങൾ. ആ ഉണങ്ങിപ്പോയ മഞ്ഞയായ വൃക്ഷം സുമ്മ തകൂനു ഖളറാ, പിന്നെ മഴയും വെള്ളവും കിട്ടിയാൽ അത് പിന്നെയും പച്ചയായി ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നരകത്തിലേക്ക് പോയ ആൾക്ക് പിന്നെയും അള്ളാഹു ജീവൻ കൊടുക്കും. നെഹ്റുൽ ഹയാത്ത് അല്ലെങ്കിൽ നെഹ്റുൽ ഹയവാൻ അല്ലെങ്കിൽ നെഹ്റുൽ ജന്ന എന്ന് പറഞ്ഞ ഈ പുഴയിൽ കുളിപ്പിച്ചാൽ അവർ ജീവനുള്ളവരായി വരും. അതിന്റെ ഉദാഹരണം പറഞ്ഞത് മലവെള്ളത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന, മഴവെള്ളത്തിലെ ഒഴുക്ക് വെള്ളത്തിൽ വരുന്ന ധാന്യമണി മുളച്ചു പൊന്തുന്നത് പോലെ. സ്വഹാബത്ത് പറയാ, നബി ഈ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു നബി തങ്ങൾ ഏതോ കഅന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബിൽ ബാദിയ, നബി ഏതോ നാടൻ പ്രദേശങ്ങളിൽ, താഴ്വരകളിൽ, കൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ ജീവിച്ചതുപോലെയുണ്ട്. നബി ഞങ്ങൾക്ക് ആ മറുപടി അങ്ങക്കത് വിശദീകരിച്ചു തന്നത്. അങ്ങനെ ഒരു കൃഷിക്കാരൻ വിശദീകരിക്കും പോലെ നബി ഞങ്ങൾക്കത് വിശദീകരിച്ചു തന്നു. നമ്മുടെ വിഷയം അള്ളാഹു മരിക്കുകയില്ല ജീവിക്കുകയുമില്ല എന്ന് പറഞ്ഞ അവസ്ഥ നൽകുന്നത് കാഫിറുകൾക്കാണ്. അള്ളാഹു രക്ഷപ്പെടുത്തുന്നവർ, അവന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്നവർ, നരകത്തിൽ കാലാവധി ശിക്ഷയുടെ കാലം കഴിഞ്ഞാൽ അവർ മരിക്കുന്നു, അവരെ നെഹ്റുൽ ഹയാത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ പുഴയിൽ കുളിച്ചാൽ സുമുഖന്മാരായി മാറുന്നു. എന്നിട്ടാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മറ്റു ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ നരകത്തിൽ മരണം കിട്ടുന്ന ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ഒരു നിമിഷം പോലും നരകത്തിന്റെ ചൂടറിയാതെ അവന്റെ മഹ്ലായ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് jayhoon.tv ആണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ, ആത്മസംശുദ്ധി വരിച്ചവർ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ തസക്കാ, ആത്മസംശുദ്ധി വരിച്ചവർ വിജയിച്ചിരിക്കുന്നു. ഷിർക്കിൽ നിന്ന് മോചനം കിട്ടിയവർ വിജയിച്ചിരിക്കുന്നുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഷഹാദത്തിൽ വിശ്വസിച്ചവർ വിജയിച്ചിരിക്കുന്നു. ചില വേറെ മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം ഖദ് അഫ്ലഹ മൻ അദ്ദാ സകാത മാലിഹി, തന്റെ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തു വിട്ടുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു. മഹാനായ ഖതാദത്ത് റളിയല്ലാഹു അൻഹു മുഫസ്സിറാൻ, ബഹുമാനപ്പെട്ടവർ കൊടുത്തത് യഅമലു വരിഅൻ, അല്ലാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു. ഇത്രയും അർത്ഥം ഖദ് അഫ്ലഹ മൻ തസക്കാ എന്നതിനുണ്ട്. വദകറ ഇസ്മ റബ്ബിഹി, അല്ലാഹുവിന്റെ ഇസ്മിനെ, അല്ലാഹുവിന്റെ നാമത്തെ സ്മരിക്കുകയും ഫസല്ല, എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്യുന്നവർ. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ അപാരമാണ് മുഅ്മിനീങ്ങളെ. ഈ അറബിയിൽ പറയുന്ന ഈ ആശയം, ഈ അറബി അള്ളാഹു ഇറക്കിയത് ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ആശയം ഈ പറഞ്ഞതിനും ഇതിലപ്പുറവുമുള്ള ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവയാണ്. ഇത് മലയാളത്തിലേക്ക് ചേർത്ത് എഴുതുമ്പോൾ നമുക്കൊരു പക്ഷേ ഇത്രയും വലിയ ആശയ വൈപുല്യം അതിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത് വലിയൊരു അപകടം സംഭവിച്ച വിഷയമാണത്. വഇം മിൻകും ഇല്ലാ വാരിദുഹ, ഞാൻ അനുബന്ധമായി പറയുകയാണ്. ഇസ്ലാമിനെതിരെ ശത്രുക്കൾ പറയുന്ന ആരോപണങ്ങളിൽ ഒന്ന്, നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളികളായ മിഷനറിമാർ
ഖുർആനെതിരെ പറഞ്ഞ ഒരു ആരോപണം, നിങ്ങളുടെ നബി അടക്കമുള്ള ആളുകൾ നരകത്തിൽ പോകുമെന്ന് ഖുർആനിലില്ലേ എന്നാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്ന ആയത്താണ് അതിന് തെളിവ് പറയാൻ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങൾ ഓരോരുത്തരും ആ നരകത്തിനടുത്ത് ചെല്ലുന്നവർ തന്നെയാണ്, നരകത്തിലേക്ക് എത്തുന്നവർ തന്നെ എന്നാണ് മലയാളത്തിൽ അർത്ഥം കൊടുക്കുക. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് അല്ലാഹു തീരുമാനിച്ചുറപ്പിച്ച വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സിറാത്ത് പാലത്തെ സംബന്ധിച്ചാണ് അവിടെ പരാമർശമായ വിഷയം. പക്ഷേ അത് മലയാളത്തിലേക്ക് ഇതിനെ ഭാഷാന്തരം ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നരകത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ് അർത്ഥം പറയാ. അപ്പൊ ചിന്തിക്കുന്ന ഒരു അവിശ്വാസം, ഇതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുക, നരകത്തിലേക്ക് എത്തുന്നവർ തന്നെ, അപ്പോ എല്ലാവരും എത്തും, അപ്പൊ നബിയും എത്തും എന്ന്. പക്ഷെ വറദ എന്ന് ഖുർആനിൽ പറഞ്ഞാൽ വറദൽ മാ, ഒരു വെള്ളത്തിന്റെ അടുത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥക്കാണ് വറദൽ മാ എന്ന് പറയാം. വേണമെങ്കിൽ അതിന് കുടിച്ചേക്കാം. കുളത്തിൽ ഇറങ്ങുമ്പോ വറദ എന്നല്ല പറയാം, അതിന് ദഖല എന്ന് പറയും. വാരിദുഹ, നരകത്തെ കാണുന്നവരാണ്. സത്യവിശ്വാസികളായ ആളുകൾ നരകത്തെ കണ്ടിട്ടാണല്ലോ സ്വർഗത്തിലേക്ക് പോകുന്നത്. മുഅ്മിനീങ്ങൾ പറയുമല്ലോ, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻ ഹാദാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. സ്വർഗം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നരകം കണ്ടിട്ടാണ് പോകുന്നത്. നരകത്തിന്റെ അദാബും അവിടുത്തെ ആർപ്പ് വിളിയും നരകത്തിന്റെ ഘോരമായ ശബ്ദങ്ങളും കേട്ട് സിറാത്തിലൂടെ കടന്നു പോകുന്നവരാണ് സത്യവിശ്വാസികൾ. അതിന് വറദ എന്ന് പറഞ്ഞ വാക്ക് ഇത്രയും വിശാലമായ അർത്ഥമുള്ള വാക്കാണ്. അത് മലയാളത്തിലേക്ക് എഴുതുമ്പോൾ നരകത്തിലേക്ക് എത്തുന്നവർ എന്നേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ആ എത്തൽ എങ്ങനെയാ? അതിലേക്ക് കടക്കുന്നവർക്ക് അത് പറയില്ല വറദ എന്ന്. നരകത്തെ കണ്ടുപോകുന്നവരാണ്, നരകത്തെ കണ്ടുപോകുന്നവരാണ്. ഒരുപാട് വിശാലമായ അർത്ഥമാണല്ലോ അള്ളാഹുവിന്റെ കലാമിനുള്ളത്. മുഫസ്സിരീങ്ങൾ അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി എത്രയോ ആശയങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നു. ഖദ് അഫ്ലഹ മൻ തസക്ക, സകാത്ത് കൊടുത്തവർ വിജയിച്ചു എന്നതിന് അർത്ഥമുണ്ട്. ആത്മസംശുദ്ധി വരുത്തിയവർ വിജയിച്ചു എന്നതിന് അർത്ഥമുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ വിജയിച്ചു എന്നർത്ഥമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവർ വിജയിച്ചു എന്നർത്ഥമുണ്ട്. മൻ തസക്ക മിന ശിർക്കി, ശിർക്കിൽ നിന്ന് മോചനം കിട്ടിയവർ വിജയിച്ചു എന്നർത്ഥമുണ്ട്. വദകറ സ്മ റബ്ബിഹി ഫസല്ല, അള്ളാഹുവിന്റെ നാമം ഓർക്കുകയും ഫസല്ല, എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവർ. അള്ളാഹുവിന്റെ നാമം ഓർത്തുകൊണ്ട് നിസ്കരിച്ചവർ എന്നാണ് ഇവിടെ അർത്ഥം. അള്ളാഹുവിന്റെ നാമം ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്നവർ, അശ്രദ്ധമായി നിസ്കരിക്കുന്നവർക്കല്ല ഈ വിജയിച്ചു എന്ന് പറഞ്ഞത്. അള്ളാഹു നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാക്കി തെരുമാറാകട്ടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നാണ്. അള്ളാഹുവിന്റെ നാമം ശ്രദ്ധയോടെ ഉച്ചരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്നവർ. നോക്കണം, ദക്കറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിച്ചു എന്നർത്ഥമുണ്ട്, ആ നാമം ഉച്ചരിച്ചു എന്നർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുന്നവർ വിജയിച്ചിരിക്കുന്നു. ഇവിടെ സകാത്ത് കൊടുക്കലാണ് അതിനർത്ഥം എന്ന് പറഞ്ഞ് മുഫസ്സിറുകൾ അർത്ഥം കൊടുക്കുക. സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കുകയും ചെയ്തവർ വിജയിച്ചു. അവിടെ അവർ പറയും ഇത് പെരുന്നാളിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ അതിന്റെ ചർച്ച ചുരുക്കുകയാണ്. സകാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും നിസ്കരിക്കുകയും ചെയ്തവർ, ആ മൂന്നിനെയും ചേർത്ത് നോക്കിയാൽ പെരുന്നാളിന്റെ രംഗവുമായി ഇതിനെ യോജിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഫിത്ർ സകാത്ത് കൊടുക്കുകയും പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന് തക്ബീർ ചൊല്ലി പോവുകയും എന്നിട്ട് പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തവർ വിജയിച്ചു എന്നതിന് അർത്ഥമുണ്ട്. മുഫസ്സിറുകൾ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്ക, ഫിത്ർ സകാത്ത് കൊടുക്കുകയും വദകറ സ്മ റബ്ബിഹി, അല്ലാഹു അക്ബർ എന്ന് മുസല്ലയിലേക്കുള്ള വഴിയിലും പെരുന്നാൾ ദിനത്തിലും തക്ബീർ ചൊല്ലുകയും ഫസല്ല, എന്നിട്ട് പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തവർക്ക് വിജയമുണ്ട് എന്ന് ഈ ആയത്തിന് അർത്ഥമുണ്ട്. അതിൽ മനസ്സിലാവുന്ന ഒരു വിഷയം, സകാത്തിനെ ഫിത്ർ സകാത്ത് കഴിഞ്ഞിട്ട് സകാത്ത് കൊടുക്കുകയും നിസ്കരിക്കുകയും എന്നാണ് പറഞ്ഞത്. നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും എന്നല്ലല്ലോ. അങ്ങനെ അള്ളാഹു പറഞ്ഞതിൽ മുഫസ്സിരീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുകയാണ്. നിസ്കരിക്കാൻ പോകുന്നതിന്റെ മുമ്പ് സകാത്ത് കൊടുക്കണം. ഫിത്ർ സകാത്ത് കൊടുത്തിട്ടേ പെരുന്നാൾ നിസ്കാരത്തിന് പോകാവൂ. അതായത് പെരുന്നാൾ നിസ്കരിക്കും മുമ്പ് ഫിത്ർ സകാത്ത് നൽകിയിരിക്കണം. കാരണം ഖദ് അഫ്ലഹ മൻ തസക്ക, സകാത്ത് കൊടുത്തു എന്നിട്ട് നിസ്കരിച്ചു. ആദ്യം സകാത്താണ് അള്ളാഹു പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ മഹാനായ അബുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അഹദകും സായിലുൻ വഹുവ യുരീദു സ്വലാ, നിങ്ങളിൽ ഒരാൾ പെരുന്നാൾ നിസ്കരിക്കുവാൻ വേണ്ടി പോവുകയാണ്.
അല്ലെങ്കിൽ സാധാരണ നിസ്കാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ സക്കാത്ത് ചോദിച്ചു. നിങ്ങൾ നിസ്കാരത്തിന് ധൃതിപ്പെട്ട് ഇറങ്ങാനിരിക്കുകയാണ്. അയാൾ പറഞ്ഞു എനിക്ക് സക്കാത്ത് വേണം എന്ന് പറഞ്ഞ് സക്കാത്തിന്റെ അവകാശിയായ ഒരാൾ വന്ന് നിങ്ങളോട് സക്കാത്ത് ചോദിച്ചാൽ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് തരാമെന്നാണോ പറയേണ്ടത്, അതല്ല നിസ്കരിക്കും മുമ്പ് കൊടുക്കണമോ? ബഹുമാനപ്പെട്ടവർ പറയുന്നു ഫൽ യുഖദ്ദിം ബൈന യദൈ സ്വലാത്തിഹി സകാത്തുഹു, നിസ്കരിക്കും മുമ്പ് സക്കാത്ത് കൊടുത്തിട്ട് എന്നിട്ട് നിസ്കരിക്കാൻ പോയാൽ മതി. ആദ്യം സക്കാത്ത് കൊടുക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഫഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നത് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, സക്കാത്ത് കൊടുക്കുകയും നിസ്കരിക്കുകയും ചെയ്തവർ. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാവാം, സാദാ സക്കാത്തിനെ കുറിച്ചാവാം. നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരാൾ വന്ന് സക്കാത്ത് ചോദിച്ചു, ഏതിനെ മുന്തിക്കണം? അള്ളാഹു മുന്തിച്ചത് സക്കാത്താണ്. ആദ്യം സക്കാത്തിന്റെ വിഷയമാണ് പറഞ്ഞത്, അതുകൊണ്ട് ആദ്യം സക്കാത്ത് കൊടുക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഖലീഫയാണ്, വലിയ ആലിമായ ഖലീഫയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഥാനി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അവരുടെ റഅയ്യത്തിന്, തന്റെ പ്രജകൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ പെട്ടതായിരുന്നു നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുത്തതിന് ശേഷമേ നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകാവൂ. അതായത് നിസ്കാരത്തിന് പോകും മുമ്പേ നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ആയത്തോതും ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഇങ്ങനെയും ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ല എന്ന ആയത്തിന്റെ പരിധിയിൽ വരുന്നവയാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, നിസ്കാരവും സക്കാത്തിനെയും അല്ലാഹുവിന്റെ സ്മരണയെയും പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇതൊന്നും ചിന്തിക്കാതെ ആത്മസംശുദ്ധി വരുത്തുകയും നിസ്കരിക്കുകയും മനസ്സിൽ അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ സ്മരിക്കുന്നത് ദുന്യാവിനെയാണ്. ദുന്യാവിലെ കണക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കളിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, സിനിമയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ചൈനായി വരുന്ന സീരിയലിനെ കുറിച്ച് നിങ്ങൾക്ക് മനോഹരമായ ഓർമ്മയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക് വിജയമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ഐഹികമായ ലോകത്തിന്റെ സുഖങ്ങൾക്കാണ് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് ഇപ്പോൾ ഒട്ടുമിക്ക സീരിയലുകളും നടക്കുന്നത്. നിസ്കരിക്കുന്നവർ, അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക് വിജയമുണ്ട്. ബാങ്ക് കൊടുത്താലും സഹോദരി അല്ലെങ്കിൽ സഹോദരൻ വിചാരിക്കുന്നത് എന്താ, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, അത് കഴിയുമ്പോൾ വേറൊന്ന് തുടങ്ങില്ലേ, അത് കഴിയുമ്പോൾ വേറെ ചാനൽ മാറ്റി വേറൊന്നിൽ കാണുന്നു. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാം. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ഈസാർ, പ്രിഫറൻസ് എന്തിനു കൊടുക്കണം? മുസ്ലിമിന്റെ ജീവിതം മുഴുവനും ഇവിടെയാണല്ലോ സ്ട്രഗിൾ. ആർക്ക് മുൻഗണന കൊടുക്കണം? നിസ്കാരത്തിന് മുൻഗണന കൊടുക്കണോ, സിനിമക്കോ സീരിയലിനോ? ആർക്കാ മുൻഗണന കൊടുക്കേണ്ടത്? ബൽ, അല്ലാഹു പറയുന്നു ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് നിങ്ങളുടെ ദുനിയാവിന് തന്നെ, നിങ്ങൾ മുൻഗണന കൊടുക്കുന്നതിനാണ്. لا تلهكم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. അല്ലാഹു ഖാസിറൂൻ എന്ന് പറഞ്ഞതിൽ വളരെ വലിയൊരു പാഠമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ നിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തടസ്സമാകരുതേ. കച്ചവടം കഴിഞ്ഞിട്ട്, കച്ചവടത്തിന്റെ തിരക്കാണ്, നിസ്കരിക്കാൻ പോകുമ്പോൾ വിചാരിക്കാണ് ഒരു കസ്റ്റമർ കൂടെ വന്നു, അയാളും കൂടെ കഴിഞ്ഞിട്ടാവാം, അപ്പൊ വേറെ ആൾ വന്നു, അപ്പൊ ഒരു കൂട്ടാൾക്കാർ വന്നു, എന്റെ നിസ്കാരം പോയി, നിസ്കാരം കളായി. നിങ്ങളുടെ സമ്പത്തും മക്കളും അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നു. വമൻ യഫ്അൽ ദാലിക, തന്റെ സമ്പത്ത് അല്ലാഹുവിൽ നിന്ന് തടസ്സമായാൽ, തന്റെ ജോലി, തന്റെ കച്ചവടം, അത് കഴിഞ്ഞിട്ടേ അല്ലാഹുവിന് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞാൽ, തന്റെ കച്ചവടം കൊണ്ട് ലാഭമല്ല കിട്ടുന്നത്, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ ഫാസിഖീങ്ങൾ എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ് എന്നല്ല പറഞ്ഞത്, അവർക്ക് നഷ്ടമാണ് സംഭവിച്ചതെന്നാണ്. ദുന്യാവിനെയാണ് മുൻഗണന കൊടുത്തത്, ദുന്യാവ് കൊണ്ട് അവർക്ക് ലാഭമല്ല കിട്ടിയത്, അതുകൊണ്ട് കിട്ടിയ ലാഭമല്ല, അത് നഷ്ടമാണ്. ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ഈ ഖുസ്റാനിലാണ് മുസ്ലിമിന്റെ ജീവിതം.
അള്ളാഹു നമുക്ക് തസ്കിയത്ത് നൽകുമാറാകട്ടെ, തർബിയത്ത് നൽകുമാറാകട്ടെ, അള്ളാഹുവിന്റെ ദിക്റിന് ഈസാറിനെ നൽകുമാറാകട്ടെ. മുൻഗണന അള്ളാഹുവിന്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കെ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന ആയത്ത് എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് അസ്ഹാബിന് ഒരു പ്രസംഗം ചെയ്തു കൊടുത്തു. നിങ്ങൾ അള്ളാഹുവിന് മുൻഗണന ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനല്ലേ മുൻഗണന ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ എങ്ങനെയാ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് ഇറക്കി തരിക? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽആഖിറതു ഖൈറും വഅബ്ഖാ. ആഖിറമാണ് എന്നെന്നും ശേഷിക്കുന്നത്, ആഖിറമാണ് എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുക. എന്നാൽ അത് മറന്നുകൊണ്ട് നിങ്ങൾ ദുനിയാവിന് ശ്രേഷ്ഠത കൊടുക്കുന്നവരാണ്. ഇന്ന ഹാദാ ലഫിസ്സുഹുഫിൽ ഊലാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുന്യാ ദാറു മല്ലാ ദാറല. ഒരു വീടുമില്ലാത്തവന് പറ്റിയ വീടാണ് ദുനിയാവ്. വമാലു മല്ലാ മാലല. ഒരു സമ്പത്തുമില്ലാത്തവന് പറ്റിയ സമ്പത്താണ് ദുനിയാവിന്റെ സമ്പത്ത്. വലഹാ യജ്മഉ മല്ലാ അഖലല. ഒരു ബുദ്ധിയില്ലാത്ത ആളാണ്, ഒട്ടുമേ ബുദ്ധിയില്ലാത്ത ആളാണ് അത് വാരിക്കൂട്ടാൻ വേണ്ടി നടക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈസാറിന്റെ വിഷയമാണ്. മുൻഗണന ദുനിയാവിനോ അള്ളാഹുവിനോ മുൻഗണന. നബി തങ്ങൾ പറയുന്നു, മൻ ഹബ്ബ ദുനിയാ. ദുനിയാവിനോട് ഒരാൾക്ക് സ്നേഹമുണ്ടായാൽ അളറ ബി ആഖിറതിഹി. ആഖിറത്തിൽ ഒരു ദോഷം ചെയ്യേണ്ടി വരും, ആഖിറത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് വരുത്തേണ്ടി വരും ദുനിയാവിനോട് സ്നേഹമുണ്ടായാൽ. അല്ലെ, ദുനിയാവാണ് സ്നേഹമെങ്കിൽ ആഖിറത്തിൽ എന്തെങ്കിലും അപാകത വരും. ആഖിറമാണ് സ്നേഹമെങ്കിൽ അവന്റെ ദുനിയാവിൽ അവനെ നഷ്ടപ്പെടുത്തേണ്ടി വരും, അവന്റെ ദുനിയാവിൽ നഷ്ടം വരും. ആഖിറം വേണോ ദുനിയാവിൽ ലേശം നഷ്ടം സഹിക്കേണ്ടി വരും, ദുനിയാവ് വേണോ ആഖിറം നഷ്ടപ്പെടുത്തേണ്ടി വരികയും ചെയ്യും. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, ഫആസിറു മാ യബ്ഖാ അലാ മാ യഫ്നാ. നശിച്ചു പോകുന്നതിനേക്കാൾ എന്നെന്നും ശേഷിക്കുന്നതിന് മുൻഗണന കൊടുത്തോളൂ. നശിച്ചു പോകുന്നതിനേക്കാൾ എന്നെന്നും ശേഷിക്കുന്ന അള്ളാഹുവിന്റെ ദിക്റിനും നിസ്കാരത്തിനും സ്വലാത്തിനും നിങ്ങൾ ഈസാർ ചെയ്തോളൂ, മുൻഗണന കൊടുത്തോളൂ. മദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ കമാ യളഉ അഹദുകും മിസ്ബഹു ഫിൽ യം. ആഖിറത്തിലെ അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ഒരാൾ ദുനിയാവിന്റെ നിഅമത്ത് ആഖിറവുമായി കമ്പയർ ചെയ്താൽ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു സമുദ്രമാണെന്ന് കരുതിക്കോളൂ. ആ സമുദ്രത്തിൽ തന്റെ വിരലിട്ടുകൊണ്ട് തന്റെ വിരലിലേക്ക് എത്ര വെള്ളമാണ് വിരലിനോട് ചേർന്നത് എന്ന് നോക്കിയാൽ, എത്രയാണോ വലിയ സമുദ്രത്തിലേക്ക് നോക്കിയാൽ തന്റെ വിരലുകൾ നനഞ്ഞിരിക്കുന്ന വെള്ളം എത്ര തുച്ഛമാണ്. അതുപോലെയാണ് ആഖിറത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ അവസ്ഥ. ദുനിയാവ് അത്രക്ക് ചെറുതാണ്, അതിലും വലുത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. മാല ഐനുൻ റഅത്. ഒരു കണ്ണും കണ്ടില്ല, വല ഉദുനുൻ സമിഅത്. ഒരു കാതും കേട്ടില്ല, വല ഖതറ ബിബാലി ബശർ. ഒരു മനുഷ്യന്റെ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാണ് സ്വർഗം. അള്ളാഹു അവിടേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. ഇന്ന ഹാദാ ലഫിസ്സുഹുഫിൽ ഊലാ. നബിയേ, നാം ഈ പറഞ്ഞു തന്ന വസ്തുതകൾ അമ്പിയാക്കന്മാർക്ക് നാം ഇറക്കിക്കൊടുത്തിരുന്ന ആദ്യ വേദഗ്രന്ഥങ്ങളിലും ആദ്യം അള്ളാഹു ഇറക്കിക്കൊടുത്ത ഏടുകളിലും പറഞ്ഞത് തന്നെയാണ് നബിയേ. സുഹഫി ഇബ്രാഹീമ വ മൂസ. മൂസ നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇറക്കിയ ഏടുകളിലും കിതാബുകളിലും പറഞ്ഞത് തന്നെയാണിത്. ആത്മസംസ്കരണമുള്ളവർക്കേ വിജയമുള്ളൂ. ഇതാണ് നബിയെ മുൻകാല അമ്പിയാക്കന്മാർക്കും കൊടുത്ത ദർശനം. ഇതാണ്, ഇത് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രചരിപ്പിച്ചതും, ഇത് തന്നെയാണ് മൂസ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചതും. മൂസ നബി അലൈഹിസ്സലാമിന്റെ കിതാബിലും ഇബ്രാഹിം നബിയുടെ സുഹഫിലും ഏടുകളിലും പറഞ്ഞത് ഇത് തന്നെയാണ്. ആത്മ തസ്കിയത്തുള്ളവർക്കേ വിജയമുള്ളൂ. ഇതെല്ലാം ഈ സൂറത്തിൽ പറഞ്ഞ മുഴുവൻ ആശയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുഹഫിലും മൂസ നബി അലൈഹിസ്സലാമിന് ഇറക്കിയ തൗറാത്തിലും പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു അമ്പിയാക്കന്മാർക്ക് 4 ഗ്രന്ഥങ്ങളാണല്ലോ ഇറക്കിയത്. ഫുർഖാനുൽ അലീം, ഇൻജീൽ, സബൂർ, തൗറാത്ത്. ആദ്യം ഇറങ്ങിയത് തൗറാത്ത്, പിന്നെ സബൂർ, പിന്നെ ഇൻജീൽ, പിന്നീട് ഫുർഖാനുൽ അലീം. 4 ഗ്രന്ഥങ്ങളും ഒരുപാട് ഏടുകളും ഇറക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ഇറക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, കം അൻസലല്ലാഹു മിൻ കിതാബ്. നബിയെ, അല്ലാഹു എത്ര കിതാബുകൾ ഇറക്കിയിട്ടുണ്ട് ദുനിയാവിൽ?
എത്ര കിതാബുകൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്? ഫഖാല 104 കിതാബുകളും 4 എണ്ണവും, 100 ഏടുകളും 4 കിതാബുകളും എന്നർത്ഥം. 104 കുതുബ്, അതാ 104 കിതാബും. അല ആദം അഷ്ർ, ആദം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ കൊടുത്തിട്ടുണ്ട്. അഷ്റ സുഹഫിൻ വഅല ഷീസ് 50 സഹീഫ, ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വഅല ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 സഹീഫ, 30 ഏടുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വഅല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അഷ്റ സഹായിഫ്, 10 ഏടുകളും 100ആയി. ഇങ്ങനെ 4 കിതാബുകളും 100 ഏടും 4 കിതാബുകളും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഹദീസ് കൂടെ പറയുന്നു. ഖതാദത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അബുൽ ഖുൽദ റളിയല്ലാഹു അൻഹു നിന്ദിരിക്കുകയാണ്, നസലത്ത് സുഹഫ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ഏടുകൾ ഇറങ്ങിയത് റമളാനിന്റെ 1ാമത്തെ രാത്രിയാണ്. ഫി അവ്വലി ലൈലത്തി മിൻ റമളാൻ, റമളാനിന്റെ 1ാം രാവിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏട് അല്ലാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. തൗറാത്ത് ഇറങ്ങുന്നത് ലിസിത്തി ലയാലിൻ ഖലൗന മിൻ റമളാൻ, റമളാനിലെ 6 രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ് തൗറാത്ത് ഇറങ്ങിയത്. സബൂർ എന്ന അല്ലാഹു ദാവൂദ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത ഗ്രന്ഥം ഇറങ്ങുന്നത് ലൈല, റമളാൻ 12 രാവുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇൻജീൽ, പരിശുദ്ധമായ ഇൻജീൽ ഇറങ്ങുന്നത് റമളാനിന്റെ 18ാം രാവിലാണ് ഇൻജീൽ ഇറങ്ങുന്നത്. ഫുർഖാൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് 24 റമളാൻ 24-നാണ്. ഉലമാക്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. മഹാനായ ഖതാദത്ത് റളിയല്ലാഹു അൻഹു അതിനെ ബലപ്പെടുത്തിയിരിക്കുന്നു. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കിതാബ് കൊടുത്ത പോലെ ശീസ് നബി അലൈഹിസ്സലാമിനും ആദം നബി അലൈഹിസ്സലാമിനും ഇദ്രീസ് അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഏടുകൾ സഹീഫത്തുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പരാമർശിച്ച വിഷയം പരിശുദ്ധ ഖുർആനിന്റെ അകത്തുക തന്നെ. തസ്കിയത്ത് ചെയ്തവർക്കേ വിജയമുള്ളൂ. അല്ലാഹു അവൻ തന്നെ നമ്മെ തസ്കിയത്ത് ചെയ്യുമാറാകട്ടെ. ഈ ഖുർആൻ വ്യാഖ്യാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് jayhoon.tv ആണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.